അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. യുഎയുടെ പുതിയൊരു റെസ്പോൺസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മുന്നൊരു വീഡിയോ ചെയ്തിരുന്നു. പ്രോബ്ലം ഓഫ് ഇവിളിനെ ഡിബങ്ക് ചെയ്യുന്ന, അതിനോട് റെസ്പോണ്ട് ചെയ്യുന്ന ആ ഒരു വിമർശനം അല്ലെങ്കിൽ ആ ഒരു സംശയം, ആ ഒരു പ്രശ്നം, അതിനോട് പ്രതികരിക്കുന്നൊരു വീഡിയോ ചെയ്തിരുന്നു. ഞാനും ഷാനും തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ആ വീഡിയോ കാണാത്ത ആളുകൾ ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക. അപ്പോൾ ആ വീഡിയോ നമ്മൾ ചെയ്തിരുന്നത് ഒരു ഫലസ്തീൻ പ്രശ്നമൊക്കെ കുറച്ചും കൂടെ കേരളീയ പശ്ചാത്തലത്തിൽ ചർച്ച ചെയ്യുന്നൊരു സമയത്തായിരുന്നു. ഫലസ്തീൻ പ്രശ്നമൊക്കെ ഇപ്പോഴും വളരെ ഗൗരവമായിട്ട് തന്നെ തുടരുന്നുണ്ട്. പക്ഷേ സാമൂഹ്യ മാധ്യമങ്ങളുടെ കാലമായതുകൊണ്ട് ഇന്ന് വയനാടാണ് കേരളത്തിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ടോപ്പിക്. അപ്പോൾ ഫലസ്തീൻ കുറച്ച് പിന്നിലേക്ക് വന്നിട്ടുണ്ട് ടോപ്പിക്കിൻ്റെ വിഷയത്തിൽ. പക്ഷെ നമ്മൾ ആ വീഡിയോ ചെയ്യുന്ന സമയത്ത് പറയുമ്പോൾ ഫലസ്തീനാണ് ലീഡിങ് ടോപ്പിക്. അപ്പോൾ നമ്മളോട് കുറേ ആളുകൾ, വിശ്വാസികളായിട്ടുള്ളതും അല്ലാത്തവരൊക്കെ കുറേ ആളുകൾ ഈ ഒരു സംശയം പറഞ്ഞിരുന്നു, പ്രോബ്ലം ഓഫ് ഇവിളുമായിട്ട് ബന്ധപ്പെട്ട സംശയം. അപ്പോൾ ആ സംശയത്തിന് റെസ്പോൺസ് ആയിട്ടാണ് നമ്മൾ ആ വീഡിയോ അന്ന് ചെയ്തിരുന്നത്. അതാണ് അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് നമ്മൾ തുടക്കത്തിൽ പറയുകയും ചെയ്തിരുന്നു. പക്ഷേ ഏതൊക്കെയോ ഏത്തിസ്റ്റുകൾ വിചാരിച്ചിരിക്കുന്നത്, അനോണിമസ് ഏത്തിസ്റ്റ്, അതെ, അനോണിമസ് ഏത്തിസ്റ്റുകൾ വിചാരിച്ചിരിക്കുന്നത് അവരെ റെസ്പോണ്ട് ചെയ്യാൻ അവർ പറഞ്ഞു എന്തോ ഒരു ഭയങ്കര യമണ്ടൻ വാദത്തിനെ നമ്മൾ തോൽപ്പിക്കാൻ വേണ്ടി കുറേ റിസർച്ചൊക്കെ ചെയ്ത് നമ്മൾ പഠിച്ചു വന്ന് ഒരു കൗണ്ടർ പറയാൻ. പ്രോബ്ലം ഓഫ് വളരെ കോമൺ ആയിട്ടുള്ള ഒരു ആർഗ്യുമെന്റ് ആണ്. അത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വ്യക്തികൾ മാത്രം പറയുന്ന ആർഗ്യുമെന്റ് അല്ല. ഈവൻ വളരെ ബിഗിനർ ആയിട്ടുള്ള എത്തിസ്റ്റുകൾ പോലും പറയുന്ന ആർഗ്യുമെന്റ്. പിന്നെ എത്തിസ്റ്റുകളെ സംസാരം എവിടുന്നെങ്കിലും കേട്ട വിശ്വാസികൾക്ക് ചില ആളുകളൊക്കെ സംശയമായിട്ട് നമ്മളോട് ചോദിക്കുന്ന ടൈപ്പ് ഓഫ് വളരെ സിമ്പിൾ വാദമാണ്. ചില ആൾക്കാർ വിചാരം ഓൽക്ക് ഇത് അറിയുള്ളൂ, ഓരാണിത് കൊണ്ടു നടക്കുന്ന ആളുകൾ. ബിങ് സെഡ് ദാറ്റ്, പക്ഷേ ഈ അനോണിമസ് ഏത്തിസ്റ്റുകൾ പറഞ്ഞ ഒരു ആർഗ്യുമെന്റ് നമ്മൾ ഇതിൽ റെഫറൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ കളക്ട് ചെയ്ത കുറേ ടൈപ്പ് ഓഫ് പ്രോബ്ലം ഓഫ് ഇവിളിൽ അവർ പറഞ്ഞ ഒന്നോ സംതിങ് ഉണ്ടായിരുന്നു. അവരുടെ ഒരു റെസ്പോൺസ് ഉണ്ടായിരുന്നു. അത് റെസ്പോൺസിനുള്ള ഒരു കൗണ്ടർ റെസ്പോൺസ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. യെസ്. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ഈ നമ്മൾ ചെയ്ത ആ വീഡിയോന്ന് റെസ്പോണ്ട് ചെയ്ത ആളുകളൊന്നും ഇപ്പോൾ നമ്മൾ അവരുടെ ഏതൊരു ആർഗ്യുമെന്റാണ് നമ്മൾ റെസ്പോണ്ട് ചെയ്ത് അതിനോട് ടച്ച് ചെയ്തിട്ടില്ല. അതിലേക്ക് നമുക്ക് വരാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ, അവരുടെ ഒരു ഒബ്ജക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ എല്ലാ വേർഷൻസ് ഓഫ് പ്രോബ്ലം ഓഫ് ഇവിലും ഹാൻഡിൽ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ശരിയാണ്, എല്ലാ വേർഷനും നമ്മൾ ഹാൻഡിൽ ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞ വേർഷൻ്റെ എല്ലാ റെസ്പോൺസുകളും നമ്മൾ പറഞ്ഞിട്ടില്ല. പറഞ്ഞ വേർഷൻ്റെ എല്ലാ റെസ്പോൺസും പറഞ്ഞിട്ടില്ല. ഇനി വേറെ വേർഷൻസിൻ്റെ ആണെങ്കിൽ വേർഷൻസും അതിൻ്റെ റെസ്പോൺസും ഒന്നും പറഞ്ഞിട്ടില്ല. അതൊരു വീഡിയോയുടെ പരിമിതി മാത്രമാണ്. അതേപോലെ എൻ്റെ ഫേവറേറ്റ് റെസ്പോൺസ് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പം ഞാനും വിഗ്നുമായിട്ടുള്ള ഡിബേറ്റിൽ ഞാൻ പറഞ്ഞിട്ടുള്ളൊരു എന്താണ് എവിഡൻസ് കൺസീഡ് ചെയ്തിട്ട് മിറ്റിഗേറ്റഡ് സ്കെറ്റിക്കൽ തീസ് എടുത്തിട്ടുള്ള ആ റെസ്പോൺസ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ആ ഡിബേറ്റിൻ്റെ വീഡിയോ കാണാവുന്നതാണ്. അപ്പം അങ്ങനെയുള്ള എൻ്റെ ഫേവറേറ്റ് റെസ്പോൺസുകളൊന്നും പറഞ്ഞിട്ടില്ല. നമ്മളെ സംബന്ധിച്ച് പറഞ്ഞാൽ ഈ വിശ്വാസി ചില ആളുകൾ പറയുന്ന ഈ സംശയം തീർത്തു കൊടുക്കാന്നുള്ളതാണ്. അവിടെ നമ്മളിതൊന്നും കൺസേൺ അല്ല. അതെ, ഒരു ബേസിക് വേർഷൻ, പ്രോബ്ലം ഓഫ് ഫീൽഡിൻ്റെ ഒരു ബേസിക് വേർഷൻ പറയുക, അതിൻ്റെ കോമൺ റെസ്പോൺസ് പറയുക എന്നത് മാത്രമായിരുന്നു ആ വീഡിയോൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെയുള്ളത് എവിഡൻഷ്യൽ ആർഗ്യുമെന്റ്. നമ്മൾ അവതരിപ്പിച്ച ആർഗ്യുമെന്റിനേക്കാളും സ്ട്രോങ്ങർ ആണ് വില്യം റോന്റെ എവിഡൻഷ്യൽ ആർഗ്യുമെന്റ് എന്നുള്ളത്. പ്രോബ്ലം ഓഫ് വ്യൂവിന്റെ പല വേർഷൻസ് ഉണ്ട്. ഒന്ന് നമ്മൾ പറഞ്ഞത് ലോജിക്കൽ പ്രോബ്ലം ഓഫ് വ്യൂ അഥവാ ബേസിക് ബേസിക് വേർഷൻ. ലോജിക്കൽ എവിഡൻഷ്യൽ ഡിസ്റ്റിങ്ഷനോട് ദാറ്റ് ഹാസ് സം പ്രോബ്ലം. ഓക്കെ, ഫൈൻ. സോ ബേസിക് വേർഷനും പിന്നെ വില്യം റോന്റെ വേർഷനും ആണത്. വില്യം റോന്റെ വേർഷനും സ്ട്രോങ്ങർ ആണ് എന്നുള്ളതാണ് അവർ പറയുന്നത്. ആൻഡ് ദാറ്റ്സ് ട്രൂ. വില്യം റോന്റെ വേർഷൻ സ്ട്രോങ്ങർ ആണ്. നമ്മുടെ വേർഷൻ പറയുന്നത് ഗോഡ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ സഫറിങ് എക്സിസ്റ്റ് ചെയ്യില്ല, സഫറിങ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഗോഡ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. വില്യം റോന്റെ ആർഗ്യുമെന്റ് പറയുന്നത് ഗോഡ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അൺനെസസറി സഫറിങ് എക്സിസ്റ്റ് ചെയ്യില്ല, പ്രോബബിളി അൺനെസസറി സഫറിങ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് പ്രോബബിളി ഗോഡ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അത് ഗോഡ് എക്സിസ്റ്റ് ചെയ്യാതിരിക്കാനുള്ള പ്രോബബിലിറ്റിയാണ് ഹൈ എന്നുള്ളത്. ഇവിടെ നമ്മുടെ ആർഗ്യുമെന്റിൽ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് പ്രിമൈസിനെയാണ്. ഗോഡ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇവിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള പ്രിമൈസിനെയല്ല നമ്മൾ അറ്റാക്ക് ചെയ്യുന്നത്. ഗോഡ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിൽ എക്സിസ്റ്റ് ചെയ്യില്ല എന്നുള്ള പ്രിമൈസിനെയാണ്, സഫറിങ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള പ്രിമൈസിനെയാണ് അറ്റാക്ക് ചെയ്യുന്നത്. എന്നാൽ വില്യം റോന്റെ ആർഗ്യുമെന്റിലേക്ക് വരുമ്പം ഗോഡ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അൺനെസസറി സഫറിങ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള പ്രിമൈസിനെ അല്ല റിജക്ട് ചെയ്യുന്നത്. അത് റിജക്ട് ചെയ്യുന്നവരുണ്ട് കേട്ടോ. നമ്മൾ പർട്ടിക്കുലർ റെസ്പോൺസ് പറയുമ്പോൾ വേറെ റെസ്പോൺസുകൾ ഇല്ല എന്നല്ല. ഇതൊരു വീഡിയോയുടെ പരിമിതി. പറയുന്ന റെസ്പോൺസിൽ നമ്മൾ മെയിൻലി അല്ലെങ്കിൽ കൂടുതൽ ആളുകളും ടാർഗറ്റ് ചെയ്യുന്നത് സെക്കൻഡ് അൺനെസസറി സഫറിങ് ഉണ്ട് എന്നുള്ള പ്രൊമൈസിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബേസിക് വേർഷൻ്റെ പ്രശ്നം എന്താ എന്ന് വെച്ചാൽ അതിൻ്റെ ഫസ്റ്റ് പ്രൊമൈസ് തെറ്റാണെന്ന് കാണിക്കാൻ ഏതെങ്കിലും ഒരു ഗ്രേറ്റർ ഗുഡ് അച്ചീവ് ചെയ്യാൻ നെസസറി ആണ് എന്ന് കാണിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് പ്രൊമൈസ് തെറ്റാവും. എന്നാൽ വില്യം റോന്റെ ആർഗ്യുമെന്റിൽ അൺനെസസറി സഫറിങ് ഉണ്ട് എന്ന് ഉള്ള പ്രോബബ്ലി അൺനെസസറി സഫറിങ് ഉണ്ട് എന്നുള്ള പ്രിമീസിനെ റിജക്റ്റ് ചെയ്യണമെങ്കിൽ വില്യം റോം കൊണ്ടുവരുന്ന ആ പർട്ടിക്കുലർ ഇവിൽ
ഗ്രേറ്റർ ഗുഡിനെ അച്ചീവ് ചെയ്യാൻ നെസസറി ആണെന്ന് കാണിക്കണം. ആ സ്പെസിഫിക് ആയിട്ട് തെളിയിച്ചാൽ മാത്രമേ നമുക്ക് അതിന് premise അതുകൊണ്ട് ഒരു ഹാർഡർ ടാസ്ക് ആണ്. അതുകൊണ്ട് തന്നെ വില്യർവോന്റെ ആർഗ്യുമെന്റ് സ്ട്രോങ്ങർ ആണ്. അത് സ്ട്രോങ്ങർ ആകുന്നത് അതിന്റെ അത് എവിഡൻഷ്യൽ ആയതുകൊണ്ടോ ലോജിക്കൽ ആയതുകൊണ്ടോ അല്ല, അതിന്റെ നേച്ചർ കൊണ്ടല്ല, അതിന്റെ റെസ്പോൺസിന്റെ നേച്ചർ കൊണ്ടാണ് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള എക്സാമ്പിൾസ് എടുത്തിട്ട് അതിന്റെ ഗ്രേറ്റർ ഗുഡ് എന്താണ് എന്ന് ചോദിക്കുന്നത് കൊണ്ടാണ് ആ ആർഗ്യുമെന്റ് സ്ട്രോങ്ങർ ആകുന്നത്. പിന്നെ ഡ്രൈപ്പറിന്റെ ആർഗ്യുമെന്റ് അതിനേക്കാൾ സ്ട്രോങ്ങർ ആണോ എന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ കാര്യം വില്യർവോന്റെ ആർഗ്യുമെന്റ് അതിന്റെ ആർഗ്യുമെന്റ് ഇൻവാലിഡ് ആണ്. അതിന്റെ പ്രിമൈസിൽ നിന്ന് കൺക്ലൂഷൻ ഫോളോ ചെയ്യൂല. ജസ്റ്റ് എലാബറേറ്റ് ചെയ്യുന്നുണ്ടല്ലേ. അതിന്റെ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഗോഡ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അൺനെസസറി സഫറിങ് ഉണ്ടാവില്ല. പ്രോബബ്ലി അൺനെസസറി സഫറിങ് ഉണ്ട്. ഇതിൽ നിന്ന് പ്രിമൈസ് കൺക്ലൂഡ് ചെയ്യണം അല്ലെങ്കിൽ കൺക്ലൂഷൻ ഫോളോ ചെയ്യണമെങ്കിൽ എന്തുകൂടി കാണിക്കണം? ഗോഡ് എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ അൺനെസസറി സഫറിങ് ഉണ്ടാകുമെന്ന് കൂടി കാണിക്കണം. ഇതിപ്പം ഉദാഹരണം ഗോഡ് എക്സിസ്റ്റ് ചെയ്യാത്ത കണ്ടീഷനിൽ അൺനെസസറി സഫറിങ്സ് പ്രെഡിക്റ്റഡ് ആണ്, അത് മോർ പ്രോബബിൾ ആണെന്നുള്ളത് കൂടി കാണിക്കണം. ഉദാഹരണത്തിന് ഇപ്പം ഞാൻ പറയണേ, പുറത്ത് മഴ പെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു 100 പ്രാവശ്യം കോയിൻ ടോസ് ചെയ്താൽ എല്ലാം ഹെഡ് വീഴാനുള്ള സാധ്യത വളരെ കുറവാണ്. ഓക്കെ, എല്ലാം ഇപ്പം 100 പ്രാവശ്യം ഹെഡ് ടോസ് ചെയ്തു, എല്ലാം ഹെഡ് വീണു. ഓക്കെ, അതുകൊണ്ട് പുറത്ത് മഴ പെയ്യുന്ന ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അത് തമ്മിലുള്ള ഡയറക്റ്റ് കണക്ഷൻ കാണിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അത് പുറത്ത് മഴ പെയ്യുന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിലും കോയിന്റെ പ്രോബബിലിറ്റി ഒരേപോലെ ആയിരിക്കും. അതായത് കോയിനും പുറത്തുള്ള മഴയും തമ്മിലുള്ള കണക്ഷൻ ഇല്ല എന്നതുകൊണ്ട് കാണിക്കാൻ പറ്റിയിട്ടില്ല. അല്ലേ? ഓക്കെ, അപ്പം വില്യം റോന്റെ ആർഗ്യുമെന്റ് വർക്ക് ചെയ്യണമെങ്കിൽ നാച്ചുറലിസത്തിൽ അൺനെസസറി സഫറിങ് ഉണ്ടാകാം എന്ന് കാണിക്കണം, അല്ലെങ്കിൽ ഉണ്ടാകുന്നത് അൺലൈക്ലി അല്ല എന്ന് കാണിക്കണം. ഓക്കെ, അത് വില്യം റോ പറയുന്നില്ല. മീൻസ് വില്യം റോ ഡിഫൻസിൽ പറയുന്നുണ്ടാകാം, പക്ഷേ ആർഗ്യുമെന്റിന്റെ പ്രിമൈസിൽ പറയുന്നില്ല. ആ എക്സ്ട്രാ പ്രിമൈസും കൂടി അതിൽ ആഡ് ചെയ്യേണ്ടി വരും. അപ്പം ഡ്രൈപ്പർ ഇത് ബേസിയൻ ആർഗ്യുമെന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട്, ബേസ് തിയറി ഉപയോഗിച്ചുകൊണ്ട് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യുന്നുണ്ട് എന്നതിനപ്പുറത്തേക്ക് ഏതെങ്കിലും അഡ്വാൻറ്റേജ് ഡ്രൈപ്പറിൻ്റെ ആർഗ്യുമെൻ്റ് ഉണ്ട് എന്ന് തോന്നുന്നില്ല. അപ്പം ഡ്രൈപ്പറിൻ്റെ ഒരു ആർഗ്യുമെൻറ്റ് പറയുന്നത് ഇവിലുണ്ട് എന്നുള്ളതല്ല, ഇവിലിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, ഇവിലിൻ്റെയും പ്ലഷറിൻ്റെയും ഡിസ്ട്രിബ്യൂഷൻ നാച്ചുറലിസം പ്രെഡിക്റ്റ് ചെയ്യുന്നത് പോലെയാണ് സംഭവിക്കുന്നത് എന്നുള്ളൊരു ആർഗ്യുമെൻ്റ് ഉണ്ട്. ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് വർക്ക്സ്. ആൻഡ് അതേപോലെ ഡ്രൈപ്പറിൻ്റെ ആർഗ്യുമെൻറ്റ് സ്കെപ്റ്റിക്കൽ തീസത്തിന് ഇമ്മ്യൂൺ ആണ് എന്നുള്ളൊരു ആർഗ്യുമെൻ്റ് ഉണ്ട്. സ്കെപ്റ്റിക്കൽ തീസത്തിന് ഇമ്മ്യൂൺ ആണോ അല്ലേ എന്നുള്ളത് നമ്മൾ സ്കെപ്റ്റിക്കൽ തീസത്തെ കുറിച്ചൊരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അവിടെ നമ്മളത് വിശദീകരിക്കാം. എന്താണെങ്കിലും ഇമ്മ്യൂൺ ആണ് എന്നാണ് ഡ്രൈപ്പർ അവകാശപ്പെടുന്നത്. ആൻഡ് ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് വർക്ക്സ് ചെയ്ത്. സോ ഡ്രൈപ്പറിൻ്റെ ആർഗ്യുമെൻ്റ് ഒരു വില്യം റോൻ്റെ ആർഗ്യുമെൻറ്റിനേക്കാളും ഏതെങ്കിലും രീതിയിലുള്ള അഡ്വാൻറ്റേജസ് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല, സീരിയസ് ആയിട്ടുള്ള അഡ്വാൻറ്റേജസ് ഉണ്ട് എന്ന് തോന്നുന്നില്ല. റോൻ്റെ ആർഗ്യുമെൻറ്റ് ഈവൻ തോ നാച്ചുറലിസ്റ്റിൽ അത് പോസിബിൾ ആണ് എന്നുള്ളത് കാണിക്കാത്തിടത്തോളം അല്ല, കാണിക്കുന്നുണ്ട് ആക്ച്വലി. ആ പ്രിമൈസിലില്ല എന്ന് മാത്രമേ ഉള്ളൂ. ജസ്റ്റിഫിക്കേഷനിൽ അതിൻ്റെ ഡീറ്റെയിൽഡ് ജസ്റ്റിഫിക്കേഷനിൽ കാണിക്കുന്നുണ്ട്. ആ പ്രിമൈസിൽ അതില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം സീരിയസ് അഡ്വാൻറ്റേജ് ഒന്നും ഡ്രൈപ്പറിൻ്റെ ആർഗ്യുമെൻ്റ് ഉണ്ടെന്ന് തോന്നുന്നില്ല. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ആർഗ്യുമെൻറ്റിലേക്ക് വരാം. ലൈക്ക് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, റെസ്പോൺസായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഗ്രേറ്റർ ഗുഡ് അച്ചീവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇനി വില്യം റോൻ്റെ ആർഗ്യുമെൻ്റ് തന്നെ ആ രീതിയിൽ തന്നെ പോവാം. റോൻ്റെ ആർഗ്യുമെൻ്റ് വെച്ചിട്ട് തന്നെ പോവാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഗ്രേറ്റർ ഗുഡ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില ഇവിലുകൾ നെസസറി ആണ്, അതുകൊണ്ട് നമ്മൾ ഇവിലുകൾ നമ്മൾ കാണും എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇതായിരുന്നു നമ്മുടെ മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞത്. അപ്പം സ്വാഭാവികമായിരുന്നു അവർ പറഞ്ഞത് എങ്ങനെ ഗ്രേറ്റർ ഗുഡ് അച്ചീവ് ചെയ്യാൻ ഇവർ നെസസറി ആണെന്ന് പറഞ്ഞിട്ട് കാര്യമല്ല, അതിന് നമ്മൾ ചില ഉദാഹരണങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചില ഗ്രേറ്റർ ഗുഡുകൾ അച്ചീവ് ചെയ്യാൻ ഇവൽ നെസസറി ആണ് എന്നുള്ളതിന് ചില ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം രണ്ട് കാര്യങ്ങൾ നമ്മൾ കാണിക്കണം. ഒന്ന്, ഈ ഗുഡ്, ഈ ഇവൽ സഫറിങ് കൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഈ ഗുഡ് ഗ്രേറ്റർ ആണ് എന്ന് നമ്മൾ കാണിക്കണം. രണ്ട്, ആ ഗ്രേറ്റർ ഗുഡ് അച്ചീവ് ചെയ്യാൻ ഇത് നെസസറി ആണെന്ന് കാണിക്കണം. ഈ രണ്ട് കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ഈ ആർഗ്യുമെന്റ് പറഞ്ഞോളൂ. അപ്പോൾ ഇത് രണ്ടും നമ്മൾ കാണിക്കണം എന്നാണ് അവർ പറഞ്ഞത്. അതിലൊരു ചെറിയ പ്രശ്നമുണ്ട്. നമ്മൾ മേത്തല്ല ശരിക്കും ഇതിന്റെ ബേർഡൻ വരിക, ബേർഡൻ ഓഫ് പ്രൂഫ് നമ്മുടെ മേലല്ല വരിക. അതായത് ഇപ്പോൾ ഫൈൻ ട്യൂണിങ് ആർഗ്യുമെൻറ്റിൻ്റെ നമ്മുടെ ആർഗ്യുമെൻ്റ് ആണ്, തീസം ശരിയാണെന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ കൊണ്ടുവരുന്ന ആർഗ്യുമെൻറ്റ്. അതിൻ്റെ പ്രിമൈസുകൾ ജസ്റ്റിഫൈ ചെയ്യേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. ഇതേപോലെ പ്രോബ്ലം ഓഫ് ഇവിലിൻ്റെ അല്ലെങ്കിൽ പ്രോബ്ലം ഓഫ് ഇവിലിൻ്റെ പ്രിമൈസുകൾ ജസ്റ്റിഫൈ ചെയ്യേണ്ടത് പ്രോബ്ലം ഓഫ് ഇവിലിൻ്റെ പ്രൊപ്പോണൻറ്റിൻ്റെ ബാധ്യതയാണ്. അവർ ഇങ്ങോട്ട് തിയസ്റ്റിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി കൊണ്ടുവരുന്ന തിയസ്റ്റിന് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ ഗോഡ് ഇല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ആർഗ്യുമെൻ്റ് ആണ്. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഓരോ പ്രിമൈസുകളുടെ ബേർഡനും
അവരുടെ മേലാണ് വരിക. അപ്പോൾ നമ്മൾ അത് നമുക്ക് തെളിയിക്കാൻ പറ്റില്ല എന്നുള്ളതോ നമ്മൾ തെളിയിക്കേണ്ടതില്ല എന്നുള്ളതല്ല, ആക്ച്വലി അതിൻ്റെ ബേർഡൻ ആയിട്ടുള്ളത് അവർക്കാണ് വരിക. അതായത് ഈ കണ്ടീഷൻ നെസസറി അല്ല എന്നോ, അതേപോലെ ഒന്നെങ്കിൽ ഈ കണ്ടീഷൻ നെസസറി അല്ല എന്നോ, അതല്ലെങ്കിൽ ഈ കണ്ടീഷൻ കൊണ്ട് ഗ്രേറ്റർ ഗുഡ് ഈ സഫറിങ് കൊണ്ട് അനുഭവിക്കുന്ന ഗുഡ് ഗ്രേറ്റർ അല്ല എന്നും ഇവരാണ് തെളിയിക്കേണ്ടത്. നമുക്ക് അത് ഗ്രേറ്റർ ആണെന്ന് കാണിക്കേണ്ട ബാധ്യത നമുക്ക് വരുന്നില്ല, നെസസറി ആണെന്ന് കാണിക്കേണ്ട ബാധ്യത വരുന്നില്ല. നെസസറി അല്ല എന്നോ അല്ലെങ്കിൽ നെസസറി അല്ല എന്നത് അൺലൈക്ലി ആണെന്നോ ഇവരാണ് കാണിക്കേണ്ടത്. പിന്നെ ഗ്രേറ്റർ അല്ല എന്നുള്ള ജസ്റ്റ് പറഞ്ഞു പോയാലും പോരാ, അതിനൊരു സഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു പാത്ത് കാണിക്കണം, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത് ഗ്രേറ്റർ അല്ല എന്നുള്ളത് കാണിക്കണം. അപ്പോൾ ആ വീഡിയോയിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്, എന്തൊക്കെ കേസ് എടുത്ത് പറയുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇവലിന് കൊടുക്കുന്ന റെസ്പോൺസുകൾ, ഇവലിന് പല രീതിയിലുള്ള റെസ്പോൺസുകൾ കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്ന 3 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്ന പ്രധാനമായിട്ടുള്ള ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് തിയോഡസി, ഡിഫെൻസ്, സ്കെപ്റ്റിക്കൽ തീസം. തിയോഡസി എന്ന് പറഞ്ഞാൽ ഒരു ഇവല് സംഭവിക്കാൻ ഗോഡിന് ഇങ്ങനെ ഒരു റീസൺ ഉണ്ട്, അതുകൊണ്ട് പ്രോബബിളി ആ ഇവല് സംഭവിക്കും എന്ന് പറയുന്നതാണ് തിയോഡസി. സ്കെപ്റ്റിക്കൽ തീസം ബേസിക്കലി പറയുന്നത് നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് അറിയില്ല, അല്ലെങ്കിൽ ഇതിന്റെ പിന്നിൽ ഒരു ഗ്രേറ്റർ ഗുഡ് അല്ലെങ്കിൽ നമുക്കറിയാത്ത ഒരുപാട് അൺനോൺ റീസൺസ് ഉണ്ടാവാം. ഗ്രേറ്റർ ഗുഡ് ഉണ്ടാവാം. നമ്മൾ ഒരുപക്ഷെ നമ്മൾ നോക്കിയാൽ, നമ്മൾ ഒബ്സർവ് ചെയ്താൽ, നമ്മൾ ചിന്തിച്ചാൽ കിട്ടാത്ത ഗ്രേറ്റർ ഗുഡ് ഉണ്ടാവുക എന്നുള്ളതാണ്. ഡിഫെൻസ് പറയുന്നത് ഇതിന്റെ രണ്ടിൻ്റെയും ഇടയിലുള്ള ഒരു വ്യൂ ആണ് ഡിഫെൻസ് പറയുന്നത്. ഡിഫെൻസ് ബേസിക്കലി പറയുന്നത് ചില ഗ്രേറ്റർ ഗുഡുകൾ അല്ലെങ്കിൽ ചില സഫറിങ് നമ്മൾ പോസിബിൾ ആണ്, ഇതുകൊണ്ടായിരിക്കാം ഗ്രേറ്റർ ഗുഡ് അല്ലെങ്കിൽ ഇതുകൊണ്ടായിരിക്കാം ഈവിലുകൾ ഉണ്ടാകുന്നത് എന്നാണ് പറയുന്നത്. തിയോഡസി പറയുന്നത് പോലെ ഒരു സ്ട്രോങ്ങർ ക്ലെയിം അല്ല ഡിഫെൻസ് വെക്കുന്നത്. തിയോഡസി പറയുന്നത് ഇതാണ് ഗ്രേറ്റർ ഗുഡ്, അതുകൊണ്ടാണ് ഗോഡ് ഇത് ചെയ്യുന്നത്. സ്കെപ്റ്റിസിസം പറയുന്നത് ഗ്രേറ്റർ ഗുഡ് ഉണ്ടാവാൻ നമുക്കറിയില്ല. ഇവർ പറയുന്നത് ചില ഗ്രേറ്റർ ഗുഡുകൾ പ്ലോസിബിൾ ആണ്, ഈ പ്ലോസിബിൾ ആയിട്ടുള്ള ചില ഗ്രേറ്റർ ഗുഡുകൾ ഉണ്ട് എന്നുള്ളത്. ഇത് മിയർ പോസിബിലിറ്റി അല്ല നമ്മൾ കാണിക്കുന്നത്, നമ്മൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, അത് അൺലൈക്ലി ആണ് എന്ന് നിങ്ങൾ കാണിക്കണം. ഈ ഓപ്ഷൻസ് നമ്മൾ കൊണ്ടുവരുന്ന ഓപ്ഷൻസ് അൺലൈക്ലി ആണെന്ന് നിങ്ങൾ കാണിച്ചാലേ നിങ്ങളുടെ ആർഗ്യുമെന്റ് വർക്ക്, കാരണം അവരുടെ ആർഗ്യുമെന്റ് ആണ്, നമ്മുടെ ആർഗ്യുമെന്റ് അല്ല. അപ്പോൾ നമുക്ക് ആകെ ഇത്ര തിയോഡസിയുടെ ആവശ്യം നമുക്കില്ല. വി ഡോണ്ട് നീഡ് തിയോഡസീസ്, നമുക്ക് ഡിഫറൻസുകൾ മാത്രം മതി. അതായത് ഗോഡ് ഇത് ചെയ്യും എന്ന് കാണിക്കേണ്ട കാര്യം നമുക്കില്ല, ഗോഡ് ഇത് ചെയ്യാം, ഇങ്ങനെ ഒരു പോസിബിലിറ്റി ആയിട്ടുണ്ട്, ഓപ്ഷൻ അവിടെയുണ്ട്. ഈ ഓപ്ഷൻ അൺലൈക്ലി ആണെന്ന് കാണിച്ചാൽ മാത്രമേ നിങ്ങളുടെ ആർഗ്യുമെന്റ് വർക്ക് ആവുള്ളൂ. ഡിഫൻസ് ഒരു അണ്ടർ കട്ടിങ് ഡിഫീറ്റർ പോലെയാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനിയാണ് നമ്മുടെ ആർഗ്യുമെന്റിന്റെ ക്രച്ചിലേക്ക് വരുന്നത്. ഇത് റെസ്പോണ്ട് ചെയ്ത ആളുകൾ അവരെ ആണ് ഉദ്ദേശിച്ചെന്ന് അവർ പറഞ്ഞ്, ആക്ച്വലി അവർ പറഞ്ഞൊരു പോയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ, അത് ബേസിക്കലി അതായത് ഗ്രേറ്റർ ഗുഡ് അച്ചീവ് ചെയ്യാൻ ചില സഫറിങ് നെസസറി ആണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതങ്ങനെ അല്ല എന്ന് കാണിക്കാൻ വേണ്ടി ഇവരൊരു എക്സാമ്പിൾ കൗണ്ടർ എക്സാമ്പിൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതാണ് ഒരാളെ കൊല്ലാൻ വേണ്ടി പോകുന്ന സമയത്ത് ആള് ഫ്രോസ് ആവുക. അങ്ങനെയാണെങ്കിൽ എന്താണ്, എന്റെ ഫ്രീ വിൽ ഉണ്ട്, എന്ത് സംഭവിച്ചിട്ടില്ല, ആള് കൊല്ലപ്പെട്ടിട്ടില്ല, സഫറിങ് സംഭവിച്ചിട്ടില്ല. അപ്പം കൃത്യമായിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഒരു കൗണ്ടർ എക്സാമ്പിൾ ആണ്. ഫ്രീ വിൽ അവിടെ എക്സിക്യൂട്ട് ആയിട്ടുണ്ട്, നമ്മൾ അംഗീകരിക്കുന്നു. അവിടെ സഫറിങ് മരിക്കുക എന്നുള്ള സഫറിങ് സംഭവിച്ചിട്ടില്ല. സോ ദാറ്റ്സ് എ പെർഫെക്റ്റ് കൗണ്ടർ എക്സാമ്പിൾ ആണ്. അപ്പോൾ ഈ കൗണ്ടർ എക്സാമ്പിളിനാണ് നമ്മൾ എന്ത് ചെയ്തത്, അതിന്റെ ലാസ്റ്റ് ഭാഗത്ത് കൗണ്ടർ നമ്മൾ പറഞ്ഞത്, മറ്റേ പഴയ വീഡിയോന്റെ ലാസ്റ്റ് ഭാഗത്ത് നമ്മൾ കൗണ്ടർ പറഞ്ഞത് അതാണ്. വൺ ഓഫ് ദ നമ്മുടെ പ്രോബ്ലം ഓഫ് ഇവിലിനെതിരെ ഉണ്ടാകുന്ന പല റെസ്പോൺസുകളുടെ ഒരു പ്രോബ്ലം ആയിട്ട് ആണ് പറഞ്ഞത്, ഈ ഒരു റീസണിങ്ങിലുള്ള ഇഷ്യൂ ആയിട്ടാണ് പറഞ്ഞത്. കാരണം ആക്ച്വലി ഫ്രീ വില്ലിൻ്റെ വിഷയത്തിൽ എനിക്ക് തോന്നുന്നു മുമ്പ് ഹിലാൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിന് ഞാൻ ഫ്രീ വിൽ റെസ്പോൺസ് ശരിയാവില്ല എന്ന് കാണിച്ചുകൊണ്ട് ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. സോ ബേസിക്കലി നമ്മളിതവിടെ ഫ്രീ വില്ലിൻ്റെ വിഷയം അവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ റെസ്പോൺസ് ശരിയല്ല, ഈ ഒരു മെത്തേഡ് ശരിയല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. സ്പെസിഫിക്കലി ഫ്രീ വില്ലിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. അത് ബാഡ് റെസ്പോൺസ് ആണ്, ഫ്രീ വില്ലിനെതിരെയുള്ള ബാഡ് റെസ്പോൺസ് ആണ്. ഫ്രീ വില്ലിനെതിരെ വേറെ ഗുഡ് റെസ്പോൺസുകൾ ഉണ്ടാവും. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ തന്നെ മുമ്പ് ഫ്രീ വില്ലിനെതിരെ ഫ്രീ വിൽ തിയോഡസികൾക്കെതിരെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പം ഈ റെസ്പോൺസ് ശരിയല്ല. ഈ റെസ്പോൺസ് എന്തുകൊണ്ട് ശരിയല്ല എന്നുള്ളത് നമ്മൾ ആ വീഡിയോയിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഇൻസിഡൻറ്റ് ഐസൊലേറ്റഡ് ആയിട്ട് എടുത്തതാണ്. മാത്രമല്ല വേറെ കാര്യം എന്നാൽ ഇതിന് റെസ്പോൺസ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ആ റെസ്പോൺസിനെ ഈ ആളുകൾ അവരെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ലാത്ത ഒരുപാട് കാര്യങ്ങളെ പറ്റി എന്തൊക്കെയോ പറയുകയും, എന്നാൽ അവരെ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരുപാട് ഈ പ്രോബ്ലം ഓഫ് വ്യൂലായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കളക്ട് ചെയ്തിരുന്നു. ആ കളക്ട് ചെയ്തതിൽ അവർ പറഞ്ഞൊരു സാധനത്തെ കളക്ട് ചെയ്തിരുന്നു, അതിനെ ടച്ച് ചെയ്തിട്ടില്ല. അതിനൊരു നിലക്ക് നമ്മൾ പറയുന്ന കൗണ്ടേഴ്സിനെ എന്താണെന്നറിയില്ല. ഇത് അഗെയിൻ നെസസറി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് കാണിക്കാനാണ്. അത് ഫ്രീ വിൽ ഉണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ സഫറിങ് ഉണ്ടെങ്കിൽ മാത്രമേ ഫ്രീ വിൽ ഉണ്ടാവുള്ളൂ. അത് നെസസറി ആണെന്ന് നമ്മൾ പറഞ്ഞത്. ഈ നെസസറി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്ന് കാണിക്കാനാണ് ഇവർ കൗണ്ടർ എക്സാമ്പിൾ കൊണ്ടുവന്നത്.
ഈ കൗണ്ടർ എക്സാമ്പിൾ വർക്ക് ആവില്ല എന്നാണ് നമ്മൾ പറഞ്ഞത്. അതെ. അപ്പൊ സ്വാഭാവികമായി ഇവർ ചെയ്യേണ്ടത് എന്താണ്? ഈ കൗണ്ടർ എക്സാമ്പിൾ വർക്ക് ആവും അവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്നാണ് കാണിക്കേണ്ടത്. പക്ഷെ ഈ നമ്മുടെ ക്ലിപ്പ് ഇട്ടതിന് ശേഷം ഇവർ പ്ലേ ചെയ്തത് അല്ല, നമ്മൾ ആ സാധനം പറയുന്ന ക്ലിപ്പ് ഇട്ടിട്ടേ അല്ല, അതിനെപ്പറ്റി സ്പെസിഫിക് ആയിട്ട് പറയുന്ന സംഭവം ഇട്ടിട്ടില്ല. അതിന്റെ ഇടയിലുള്ള ഓരോ ക്ലിപ്സ് എടുത്തിട്ട് നമ്മൾ പഴയതിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് എന്തൊക്കെയോ പറയുക ചെയ്തിട്ടില്ല. അല്ല, അത് കഴിഞ്ഞിട്ടിട്ടത് പിന്നെ ആ ക്ലിപ്പ് ഇട്ടതിന് ശേഷം ചോദിക്കുന്നത് എന്താണ്, ഇതാണോ ബെറ്റർ എന്ന് നിങ്ങൾ കരുതുന്നത്. പക്ഷെ അത് നെസസറി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇട്ട എക്സാമ്പിൾ ആണ്. പക്ഷെ അതിന് കൗണ്ടർ വന്നത് ഗ്രേറ്റർ ഗുഡ് കണ്ടീഷൻസ് പഴയതിലേക്ക് നേരെ കണക്ട് ചെയ്യാണ്. നമ്മൾ ഈ മറ്റേ നെസസറി കണ്ടീഷനെ പറ്റി പറഞ്ഞ കാര്യത്തെ പറ്റി ടച്ച് ചെയ്യാതെ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ഗ്രേറ്റർ ഗുഡിന്റെ കാര്യത്തിലേക്ക് നേരെ അത് കൊണ്ടുപോയി കണക്ട് ചെയ്യാനാണ്. അപ്പൊ ഇവിടെ വിഷയം എന്താ വെച്ചാൽ നമ്മളത് പറഞ്ഞത് ഒന്ന് ഈ ഒരു ആ വിഷയം ഒന്നുകൂടെ ജസ്റ്റ് അല്ലേ അതൊന്ന് റിപ്പീറ്റ് ചെയ്യണം തോന്നുന്നു. എന്താണ് നമ്മൾ അവിടെ പറഞ്ഞ റെസ്പോൺസ് എന്നുള്ളത്? ഇഫ് അങ്ങനെ ഫ്രോസൺ ആവുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞത് അതൊരു ഇൻസിഡന്റ് ഐസൊലേറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. മുമ്പത്തെ വീഡിയോ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. എന്താണ് നമ്മൾ സഫറിങ് ഇല്ലാത്തൊരു വേൾഡ്, അത് ടോട്ടാലിറ്റിയിൽ നമ്മൾ എടുക്കേണ്ടത്. സഫറിങ് ഇല്ലാത്തൊരു വേൾഡിൽ എന്താണ് ഞാൻ സമൂഹത്തിനെ കൊല്ലുക എന്നുള്ളത് അങ്ങനെ ഒരു ഇന്റൻഷൻ എനിക്ക് ഉണ്ടാവില്ല, അങ്ങനെ ഒരു സ്ട്രോങ് ഡിറ്റർമിനേഷൻ എനിക്ക് ഉണ്ടാവില്ല. കാരണം എനിക്കറിയാം അത് സാധിക്കാത്ത കാര്യമാണ്. ഒരു സിസ്റ്റം, ഒരു സ്ട്രക്ചർ, ഒരു ലോ ആയിട്ട് അത് മാറി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ഇനീഷ്യേഷനെ ആരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. ഇപ്പൊ നമ്മൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ചെറിയ കുട്ടി എന്നുള്ളത് എന്താ പറയാ ഒരിക്കലും മരിക്കൂലെങ്കിൽ സ്വാഭാവികമായിട്ട് ചെറിയ കുട്ടിയെ കൊല്ലുക എന്നുള്ളൊരു ഒരു പ്രശ്നത്തിനൊരു മനുഷ്യന് നിൽക്കില്ല. ഇപ്പം നിലവിലിപ്പം സമതിനെ കൊല്ലണം എന്നുള്ള ഉദ്ദേശത്തിൽ ഞാൻ എന്ത് ചെയ്യില്ല, എന്റെ കൈ കൊണ്ട് വെറുതെ കൈ കൊണ്ട് ഞാൻ വെടിവെക്കില്ല. ഇല്ല, തമാശക്ക് ചെയ്യുമെന്നല്ലാതെ കൈ കൊണ്ട് വെടിവെക്കില്ല. കാരണം എനിക്കറിയാം അത് അങ്ങനെ ഒരു സംഭവം എനിക്കറിയാം. അതിന് ഇൻഡക്റ്റീവ് റീസണിങ് എന്നൊക്കെ പറയും. നമ്മൾ ഇൻഡക്ഷൻ വെച്ചിട്ടാണ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതൊരു നോമായിട്ട് നോർമലായിട്ട് സംഭവിക്കും. ഇതാണ് നമ്മൾ പറഞ്ഞത്. അപ്പം അങ്ങനെയുള്ളൊരു വേൾഡിൽ, സഫറിങ് ഇല്ലാത്തൊരു വേൾഡിൽ ഫ്രീ വിൽ ഉണ്ട് എന്ന് സ്ഥാപിക്കണമെങ്കിൽ അവർ ചെയ്യേണ്ടിയിരുന്നത് ആ ഒരു വേൾഡ് ടോട്ടാലിറ്റിയിൽ എടുത്തിട്ട് ഈ സഫറിങ് തിരിയില്ലാത്തൊരു വേൾഡിൽ ഫ്രീ വില്ലുള്ളതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ടായിരുന്നു കാണിക്കേണ്ടിരുന്നത്. പക്ഷെ അവർ കാണിച്ചത് എന്താ വെച്ചാൽ ഒരുപാട് സഫറിങ് സ്ഥിരമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വേൾഡിൽ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻസിൽ ഒരാൾ ഫ്രീ വിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് ആൾ ഫ്രോസൺ ആവുന്ന എക്സാമ്പിളാണ്. അപ്പോൾ അതിനാണ് നമ്മൾ റെസ്പോണ്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ആ സ്പെസിഫിക് എക്സാമ്പിൾ ശരിയല്ല എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തൊട്ടിട്ടില്ല. രണ്ടാമത് നമ്മൾ പറഞ്ഞത് ഇതിൻ്റെ ഇത്തരം റെസ്പോൺസുകളുടെ ഒരു ജനറൽ പ്രോബ്ലം ആണ്. അത് ഐസൊലേറ്റഡ് ഇൻസിഡൻസ് എടുക്കാൻ പാടില്ല, ടോട്ടാലിറ്റിയിൽ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. നമ്മളെ വീഡിയോയിലും വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഇതിലുള്ളൊരു സ്ട്രക്ചർ ഉണ്ടാവണം, ഇതിലുള്ളൊരു സിസ്റ്റം ഉണ്ടാവണം. ഓക്കെ, അവിടെ മാത്രമാണ് ഈ സ്ട്രക്ചർ സിസ്റ്റം ഒന്നും പറയേണ്ട കാര്യമേ പറയുന്നില്ല. സ്ട്രക്ചർ സിസ്റ്റം എന്നുള്ള വേർഡ് പോലും പറയുന്നില്ല. അതാണ് ഇതിന്റെ ക്രക്സ്. നമ്മൾ പറയുന്ന ഈ കൗണ്ടറിന്റെ ക്രക്സ്, അതും ഇവർക്കുള്ള കൗണ്ടർ ലാസ്റ്റ് നമ്മളത് കുറച്ചും കൂടി സ്പെസിഫൈ ചെയ്ത് എലാബറേറ്റ് ചെയ്ത് പറയുന്നുണ്ട്, അതായത് സ്ട്രെസ് ചെയ്ത് പറയുന്നുണ്ട്. സ്ട്രക്ചറിന്റെ കാര്യം നമ്മൾ സ്ട്രെസ് ചെയ്ത് പറയുന്നുണ്ട്. അത് തൊട്ടിട്ടില്ല എന്ന് മാത്രമല്ല, സെയിം മിസ്റ്റേക്ക് ഈ വീഡിയോയിൽ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒന്ന് നമുക്ക് ആ വിഷയത്തിലേക്ക് പോവുകയാണെങ്കിൽ, ഒന്നാമത് ഇവിടെ ചോദിക്കുന്നത് ഹൊറിഫിക് സഫറിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്. ഹൊറിഫിക് സഫറിങ് സംഭവിക്കുന്നുണ്ട്, കുറേ ഹൊറൻഡിയസ് സോൾ ക്രഷിങ് സഫറിങ് ഒക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പം ഈ സഫറിങ് കൊണ്ട് എന്താണ് ഗുണം? സെയിം പ്രോബ്ലം ആണ് ഇവിടെ സംഭവിക്കുന്നത്. ഇതിന്റെ റെസ്പോൺസ് പറയുന്നതിന് മുമ്പ് ചെറിയൊരു ക്ലാരിറ്റി എടുത്താലത് ഹൊറിഫിക് എന്താ പറയുക സഫറിങ്സ് പടച്ചോൻ ഉണ്ടാക്കുന്നു എന്നുള്ള തരത്തിലാണ് മൂപ്പര് എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്നത്. അങ്ങനെയല്ല നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഈ ഫലസ്തീനിലെ കുട്ടികൾ ഭയങ്കര ഹൊറിഫിക്കായ രീതിയിൽ, ഭയങ്കര എന്താ പറയുക ഒരു നിലക്കും കണ്ടു വെക്കാൻ പറ്റാത്ത രീതിയിൽ കൊല്ലപ്പെടുന്നു. ഇത് പടച്ചോൻ കൊല്ലിക്കുക എന്നല്ല നമ്മൾ പറയുന്നത്. ഈ സംഭവത്തെ ഇവിടെ പോസിബിളാക്കി. ഇതിനൊരു ഇമ്പോസിബിലിറ്റി കൊടുത്തില്ല. ഹൊറിഫിക് സഫറിങ്ങുകൾക്ക് ഇമ്പോസിബിലിറ്റി കൊടുത്തില്ല. അത് അലോ ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരു മോറൽ പെർമിഷൻ അല്ല, ഇത് ഇവിടെ പോസിബിളാക്കി, അത്രേ പറഞ്ഞുള്ളൂ. അല്ലാതെ എന്താ പറയുക കുട്ടികളെ കൊല്ലുന്നത് അല്ലെങ്കിൽ അതേപോലെ തന്നെ ഈ തരത്തിലുള്ള ഭയങ്കരമായിട്ടുള്ള ഹൊറിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അത് ഗോഡ് ഇപ്പോൾ എന്താ പറയുക ഷാനുവിൻ്റെ അടുത്ത് ഈ തരത്തിലുള്ള ഈ ഗ്രേറ്റർ ഗുഡ് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി എന്നെ വേറൊരാളെ കൊണ്ട് കൊല്ലിക്കുകയാണ് പടച്ചോൻ എന്നല്ല പറയുന്നത്. ആ കൊല്ലൽ പോസിബിൾ ആക്കി എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ അതിനെ ഇമ്പോസിബിൾ ആക്കിയിട്ടില്ല എന്ന് പറയുന്നത്. അത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോൾ എന്തോ ദൈവം ഇങ്ങനെ ഈ ഇസ്രായേലരെ കൊണ്ട് ഫലസ്തീനികളെ കൊല്ലിക്കുന്ന പോലെ ഒക്കെയാണ് ഓല് പറയുന്നത്. ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. ഒരു ഉദാഹരണം അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇറ്റ്സ് ലൈക്ക് എന്താ പറയുക ഇസ്രായേലോട് പറയുന്നുണ്ടല്ലോ, ഞങ്ങൾ എന്താ പറയുക ഒരു ഓർഗനൈസേഷൻ ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ടാണ്
ഞങ്ങൾ ഫലസ്തീനികളെ മൊത്തത്തിൽ ആക്രമിക്കുന്നത്. അപ്പോൾ ചെറിയ കുട്ടികളെ കൊല്ലുന്നത് എന്തിനാണ്? ആ ഓർഗനൈസേഷൻ ഇല്ലാതാക്കുക എന്നുള്ള വലിയ ഗുഡിന് വേണ്ടി ഞങ്ങൾ ചെയ്യുന്ന ചെറിയ കാര്യങ്ങളാണല്ലോ. ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. പോലെ എന്ത് ചെയ്യാൻ നേരെ പടച്ചോനായിട്ട് കമ്പയർ ചെയ്യാണ്. പടച്ചോൻ ഇങ്ങനെ ഗ്രേറ്റർ ഗുഡിന് വേണ്ടിയിട്ട് ചെറിയ തിന്മകൾ ചെയ്യുന്നുള്ളൂ. പടച്ചോൻ തിന്മകൾ ചെയ്യുന്നുള്ളതല്ല, അല്ലെങ്കിൽ പടച്ചോൻ സഫറിങ്ങുകൾ പടച്ചോൻ നമുക്ക് എന്ത് ചെയ്യുക, ഈ തരത്തിലുള്ള ഈ വളരെ ബ്രൂട്ടലായിട്ടുള്ള സാധനങ്ങൾ പടച്ചോൻ സംഭവിപ്പിക്കുന്നു, അല്ലെങ്കിൽ പടച്ചോൻ അത് എക്സിക്യൂട്ട് ചെയ്യുന്നുള്ളതല്ല. പടച്ചോൻ അത് പോസിബിൾ ആക്കി, നടക്കാനുള്ള സ്ട്രക്ചർ, ഒരു സിസ്റ്റം ഇവിടെ കൊടുത്തു എന്നുള്ളതാണ്. ഇമ്പോസിബിൾ അല്ലാത്തൊരു സിസ്റ്റം ഇവിടെ കൊടുത്തു എന്നുള്ളതാണ്. ഹൊറഫി സഫറിങ്ങിൻ്റെ സംഭവം പറയുമ്പോൾ ഒരു പർട്ടിക്കുലർ ഇവിടെയും ചെയ്യുന്നതാണ്. ഐസൊലേറ്റഡ് ഇൻസിഡൻറ്റ് എടുക്കുന്നു, ഒരു പർട്ടിക്കുലർ സഫറിങ് ചൂണ്ടിക്കാണിക്കുന്നു, എന്നിട്ട് ഇതാണോ ഗുഡ്, ഇതാണോ ഗുഡ്, ഇതിൻ്റെ ഗുഡ് എന്താണെന്ന് ചോദിക്കുന്നത്. ആക്ച്വലി അങ്ങനെയല്ല ഇത് ചെയ്യേണ്ടത്. ഹൊറിഫിക് സഫറിങ് ഇല്ലാത്തൊരു വേൾഡിൽ ഏതെങ്കിലും ഗുഡിന് എന്തെങ്കിലും കുറവുണ്ടാവുന്നുണ്ടോ, അതാണ് അവിടെ ആ ടോട്ടാലിറ്റിയിലാണ് എടുക്കേണ്ടത്. ഇവിടെ അങ്ങനെയല്ല ചെയ്യുന്നത്. ഒരു പർട്ടിക്കുലർ ഇൻഡിവിജ്വലിന് ഒരു സഫറിങ് സംഭവിക്കുന്നു, ആ സഫറിങ് കൊണ്ട് ആൾക്കൊരു ഗുഡും കിട്ടുന്നില്ല, അല്ലെങ്കിൽ പോട്ടെ ആൾക്കും കിട്ടുന്നില്ല, ആളുടെ കൂടെയുള്ള ആർക്കും കിട്ടുന്നില്ല എന്ന് വിചാരിക്കും. സ്റ്റിൽ നമ്മുടെ ആർഗ്യുമെന്റ് അത് അണ്ടർമൈൻ ചെയ്യുന്നില്ല. കാരണം ഈ ഹൊറിഫിക് സഫറിങ് ഉണ്ടാകുന്നതിന് കുറേ സൈക്കോളജിക്കൽ, ബയോളജിക്കൽ ലോസും മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ടാവും. ഈ ലോസും സിസ്റ്റവും ഒന്നും ഇല്ലാത്തൊരു വേൾഡ്, അതായത് ഒരു ലോസ് ഉണ്ടാവരുത്, ഒരു സിസ്റ്റം ഉണ്ടാവരുത്. ഏതെങ്കിലും ഒരു ഐസൊലേറ്റഡ് സിസ്റ്റം എടുത്തിട്ട് അവിടെ എല്ലാം എലിമിനേറ്റ് ചെയ്തിട്ടുള്ള സിസ്റ്റം കണ്ടീഷനെ പറ്റിയല്ല പറയുന്നത്. ഈ ഹൊറിഫിക് സഫറിങ് ഉണ്ടാവാനുള്ള ഒരു ലോയോ ഒരു കണ്ടീഷനോ ഒരു തരത്തിലുള്ള അറേഞ്ച്മെന്റ്സ് ഉണ്ടാവരുത്. ഈ ലോസും അറേഞ്ച്മെന്റ്സും മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ ഈ ഹൊറിഫിക് സഫറിങ് അതിന്റെ ഭാഗമായിട്ട് അതിന്റെ മാറുന്നുള്ളതാണ്. എന്താണ് അതിന്റെ നോർമൽ കോൺസിക്വൻസ് ആയിട്ട് അത് സംഭവിക്കും. ഈ കോൺസിക്വൻസ് വരാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ മൊത്തം കാര്യങ്ങൾ, സിസ്റ്റം മാറണം. മൊത്തം സിസ്റ്റങ്ങൾ, ആ ലോ സ്ട്രക്ചർ ഫുൾ മാറിയിട്ട് എന്നിട്ട് അതിനെ പറ്റി, അതിന്റെ ഗുഡിനെ പറ്റി സംസാരിക്കും. എന്നിട്ട് പറയണം ലൈക്ക് ഈ രണ്ട് വേൾഡ് കാണിച്ചു തന്നിട്ട്, ഇതൊന്നും ഇല്ലാത്തൊരു വേൾഡും ഈ ഒരു വേൾഡും കാണിച്ചു തന്നിട്ട് പറയണം. ഇതൊക്കെ നെസസറി കണ്ടീഷനിലെ കാര്യമായിട്ട് നമ്മൾ പറയുന്നത്. നമ്മൾ ഗ്രേറ്റർ ഗുഡിന്റെ കണ്ടീഷൻ പിന്നെ ചോദിക്കരുത് ഈ വേൾഡാണ് ഈ വേൾഡാണ് ബെറ്റർ എന്ന് ചോദിക്കുന്നത്. അതല്ല നമ്മൾ പറയുന്നത്. നമ്മളിത് നെസസറി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്നുള്ള പോയിന്റ് മാത്രമാണ് ഇവിടെ സ്ട്രെസ് ചെയ്യുന്നത്. അപ്പം ഒരു പർട്ടിക്കുലർ ഹൊറിഫിക് സഫറിങ് എടുത്തിട്ട് ഇതുകൊണ്ടൊരു ഗ്രേറ്റർ ഗുഡ് ഇല്ല എന്ന് കാണിച്ചിട്ട് കാര്യമല്ല. ആ ഹൊറിഫിക് സഫറിങ്ങിനെ അണ്ടർലൈ ചെയ്യുന്ന എല്ലാ ലോസും സ്ട്രക്ചറും അതിലേക്ക് ലീഡ് ചെയ്യുന്ന ആ ഒരു സിസ്റ്റം മൊത്തം വേറൊരു രീതിയിലായിരുന്നെങ്കിൽ ഏതെങ്കിലും ഗുഡ് നഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് നോക്കേണ്ടത്. പിന്നെ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിന് നന്മ നൽകിക്കൊണ്ടും പരീക്ഷിക്കാം, നന്മ നൽകിക്കൊണ്ടും ഒരാളെ ക്യാരക്ടർ ബിൽഡ് ചെയ്യാം. ഇഗെയിൻ സെയിം മിസ്റ്റേക്ക്. നന്മ നൽകിക്കൊണ്ട് ഒരാളെ പരീക്ഷിക്കുന്നത് തിന്മകളുള്ളൊരു ലോകം. അതിന് ഒരു കൗണ്ടറിന് അപ്പുറത്തുള്ള കാര്യമാണത്. അതായത് ഓൾറെഡി ഇവിടെ എന്താ പറയുക പ്രയാസമുണ്ട്. അപ്പം ഷാനുവിന് ഒരുപാട് സമ്പത്ത് വർഷം നൽകി. അപ്പോൾ ഷാനുവിന് ഉള്ള പരീക്ഷണം എങ്ങനെയാകുന്നത്? ഞാൻ ഓൾറെഡി അവിടെ എന്ത് വേണം, ദാരിദ്ര്യത്തിലോ അല്ലെങ്കിൽ സമ്പത്തിൻ്റെ ആവശ്യത്തിലോ ഇരിക്കുമ്പോഴാണ് ഷാനുവിന് സമ്പത്ത് പരീക്ഷണമാകുന്നത്. എങ്ങനെ? ആ സമ്പത്ത് എനിക്ക് നൽകാനുള്ളൊരു ഓപ്ഷൻ വേണം, അല്ലെങ്കിൽ സമ്പത്ത് കൊടുക്കാനുള്ളൊരു ഓപ്ഷൻ വേണം. ആ സമ്പത്ത് വാങ്ങാനുള്ള ഒരാളുണ്ടാകുമ്പോഴാണ് സമ്പത്ത് ഒരുപാടുള്ള ആൾക്ക് അതൊരു പരീക്ഷണമാകുന്നത്. അതിപ്പോൾ ഒരു വേൾഡ് വിചാരിക്കുക, ആ വേൾഡിൽ നമ്മൾ സ്നാപ്പ് ചെയ്ത് നമുക്ക് എന്തും കിട്ടുന്നൊരു വേൾഡ്. ആ വേൾഡിൽ ഞാൻ എൻ്റെ പൈസ സമത്തിന് തരുന്നതെന്ന് പറഞ്ഞത് തരുന്നത് പോലെ. സോ അതായത് രോഗികൾ ഉണ്ടെങ്കിലേ ഡോക്ടറുടെ അറിവ് അയാൾക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. മീൻസ് ഡോക്ടറുടെ അറിവുകൾക്ക് ഉപയോഗിക്കാൻ വാല്യൂ ഉണ്ടാവുന്നതും. തീർച്ചയായിട്ടും. സോ ഇവിടെ വിഷയം എന്താ വെച്ചാൽ അഗെയിൻ ഒരു പർട്ടിക്കുലർ ഇൻഡിവിജ്വലിന് ഒരു എന്താണ് ഈ പറയുന്ന ബ്ലെസ്സിങ് കൊണ്ട് ഗ്രേറ്റർ ഗുഡ് കിട്ടും. അതല്ല നമ്മളെ പോയിന്റ്. പക്ഷേ ഇതേ വീഡിയോ കണ്ട് വീണ്ടും ആ സാധനം പറയാൻ പറ്റുന്നുണ്ടല്ലോ. നമ്മുടെ മെയിൻ പോയിന്റ്. കാരണം ഇവരെ മെയിൻലി അഡ്രസ് ചെയ്ത് നമ്മൾ പറഞ്ഞ മെയിൻ പോയിന്റ് അതാണ്. ഇൻസിഡൻസ് ഐസൊലേറ്റഡ് ആയിട്ട് എടുക്കരുത്, അത് ചെയ്യരുത്. അതാണ് നമ്മൾ പറഞ്ഞ മെയിൻ പോയിന്റ്. ആൻഡ് ദേ ആർ റിപ്പീറ്റിംഗ് ദ സെയിം തിങ് എന്നുള്ളതാണ്. അതേപോലെ ഒരു കുട്ടിയെ രക്ഷിക്കാനുള്ള എക്സ്ട്രാ കൂലി, അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, കുട്ടികളാരും മരിക്കാത്ത ഒരു ലോകമാണെങ്കിൽ അവിടെ സ്വാഭാവികം രക്ഷിക്കാൻ ആരും ഉണ്ടാവില്ല എന്നുള്ളത്. അപ്പോൾ അതിന് കൗണ്ടറായിട്ട് വന്നത്, അത് രക്ഷിക്കാൻ എക്സ്ട്രാ കൂലി കൊടുത്താൽ മതിയല്ലോ, രക്ഷിക്കുന്ന ആളുകൾക്ക് എക്സ്ട്രാ കൂലി എന്നുള്ളത്. പിന്നെ അവിടെ രക്ഷിക്കാതെ വരുമ്പോൾ പഠിച്ച ലാസ്റ്റ് രക്ഷിക്കുകയും ചെയ്യും. അവസാനം പഠിച്ച രക്ഷിക്കുന്നു പറയുന്നുണ്ട്. പഠിച്ചോനോ ആരെങ്കിലും രക്ഷിക്കട്ടെ. പക്ഷേ വിഷയം എന്താ വെച്ചാൽ, ഇത് എക്സ്ട്രാ കൂലി കൊടുക്കുന്ന ഇങ്ങനത്തെ ഒരു പ്രയാകുമ്പം ഈ പറയുന്ന ഗുഡ് അവിടെ കിട്ടില്ല. കാരണം ഏതുപോലെ ഇപ്പം ഭയങ്കര റിച്വലിസ്റ്റിക് ആയി മാറും. ഒരു കുട്ടിയെ രക്ഷിക്കുമ്പോൾ അതിൻ്റെ പിന്നിലുണ്ടാവുന്ന ഈ പറയുന്ന ഗ്രേറ്റർ ഗുഡ് ഒക്കെ അച്ചീവ് ചെയ്യുന്നത് അവിടെ റിസ്ക് ഫാക്ടർ ഉള്ളതുകൊണ്ടാണ്. സ്ട്രക്ചർ അങ്ങനെ ഉള്ളതുകൊണ്ടാണ്. മറിച്ച് ഒരു കുട്ടി തീയിൽപ്പെടുന്നു, ആ കുട്ടിയെ രക്ഷിക്കുക എന്ന് പറയുന്നത്, ആ കുട്ടിക്ക് ഒന്നും പറ്റൂല. രക്ഷിക്കുക എന്ന് പറയുന്നത് ഇവിടെ അതിനുവേണ്ടി എക്സ്ട്രാ കൂലി കൊടുക്കുക എന്ന് പറയുമ്പോൾ ഈ രക്ഷിക്കുക എന്നുള്ള പ്രവൃത്തി ഏതാണ്? ഇപ്പം ലൈക്ക് നമ്മളിപ്പം എന്നും രാവിലെ എണീച്ചിട്ട് ഒരാൾ പഠിച്ചോൻ പറയാണ്, എന്നും രാവിലെ എണീച്ചിട്ട് നിങ്ങൾ 100 പ്രാവശ്യം ചാടിയാൽ നിങ്ങൾക്ക് എക്സ്ട്രാ കൂലി കിട്ടും എന്ന് പറയുന്നത് പോലെ വളരെ
അത് അങ്ങനെ പറയുന്ന റിലീജിയനിൽ അങ്ങനെ പറയുന്ന കണ്ടീഷൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ ഇവിടെ പറയുന്ന അതിനെ പറ്റിയിട്ടല്ല. അല്ല അതല്ല നമ്മൾ പറയുന്നത് റിച്വൽസ് ഉണ്ട്, എന്ത് പ്രശ്നം ഉണ്ടെന്നല്ല പറയുന്നത്. അങ്ങനെയാണ് റിച്വൽസ് മാത്രം മതിയായിരുന്നല്ലോ. അതെ അതെ. അപ്പം റിച്വൽസിനപ്പുറത്തേക്ക് ഇതിന്റെ വാല്യൂ, ഇതിന്റെ ഗുഡ്, ഇതിന്റെ കമ്പാഷൻസ്, അങ്ങനെയുള്ള കാര്യത്തിനുള്ള ഗുഡൊക്കെ വരുന്നത് ഇവിടെ ഒരു റിസ്ക് ഫാക്ടർ ഉണ്ട്. ആ കുട്ടി മരിക്കും, ആ കുട്ടി അപകടത്തിലാണ് എന്നുള്ള ആ ഒരു ഫീലിംഗ് ഉണ്ടാകുമ്പോഴാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യാൻ നമുക്ക് പറ്റുന്നുള്ളൂ. അപ്പം ഒരു ലിമിറ്റഡ് ഫൈനൈറ്റ് ബീയിങ് ആയിട്ടുള്ള ഒരാൾക്ക് തന്നെ ഒരു ഇവിടെ ഈ ഒരു എക്സ്ട്രാ കൂലി കിട്ടുന്നു എന്നുള്ള കാര്യം പറയുമ്പം ബേസിക്കലി പറയുന്നത് എന്താണ്, കുട്ടിയെ രക്ഷിക്കാൻ. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ സഫറിങ് ഇല്ലാത്ത, കുട്ടികൾ മരിക്കാത്തൊരു വേൾഡിൽ കുട്ടിയെ രക്ഷിക്കാൻ ആരും മുതിരില്ല, അല്ലെങ്കിൽ അതൊന്നൊരു വലിയ കാര്യം ആരും കാണില്ല എന്നുള്ളതാണ്. അപ്പം ലിമിറ്റഡ് ഫൈനൈറ്റ് ബീയിങ് ആയിട്ടുള്ള ആളുകൾക്ക് തന്നെ ഇങ്ങനെ ഒരു ഓപ്ഷൻ കണ്ടെത്താൻ പറ്റുന്നുണ്ട് എന്നാണ് ബേസിക്കലി പറഞ്ഞത്. നമുക്ക് പറയാനുള്ളത് ലിമിറ്റഡ് ഫൈനൈറ്റ് ബീയിങ് ആകുമ്പോഴുള്ള പ്രശ്നമാണത്. ലൈക്ക് അതുകൊണ്ടുള്ള പ്രശ്നമാണ്. ലൈക്ക് വളരെ ലിമിറ്റഡ് ആയിട്ട് ചിന്തിക്കുന്നു, വളരെ നാരോ ആയിട്ട് പോയിന്റ് ആയിട്ട് ചിന്തിക്കുന്നു എന്നുള്ളത്. ടോട്ടാലിറ്റിയിൽ അത് എന്ത് ചേഞ്ച് വരുത്തുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പം അത് ഭയങ്കര റിച്വലിസ്റ്റിക് ആയി മാറും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇഷ്യൂ വരുന്നത്. കാരണം ഒരു കുട്ടിയെ രക്ഷിക്കുക എന്ന് പറയുന്നത് ഭയങ്കര റിച്വലായിട്ട് നമ്മളിപ്പം ചെയ്യുന്നൊരു കാര്യമായി മാറും. അതിൻ്റെ പിന്നിലുള്ള ഇമോഷണൽ വിഷയങ്ങളൊന്നും അതിൽ വരില്ല എന്നുള്ളത്. ആ കോൺട്രോൾ നിലക്കോടെ നമ്മൾ പറഞ്ഞ ഏരിയയിൽ, നമ്മൾ പറഞ്ഞ ആസ്പെക്റ്റിൽ ഒരിക്കലും വർക്ക് ചെയ്യില്ല എന്നുള്ളതാണ്. അതെ, ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ പറയുന്ന വീണ്ടും ഐസൊലേറ്റഡ് പോയിന്റിലേക്ക് പോയി മിസ്റ്റേക്ക് റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ പറയുന്ന നെസസറി കണ്ടീഷനെ എതിർക്കാൻ വേണ്ടി അവർ പറഞ്ഞ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ അള്ളാഹു ഗുഡല്ല, കാരണം അള്ളാഹുവിന് ഇവില് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇത് ഒന്നാമത്തെ വിഷയം. അള്ളാഹുവിന് ഇവില് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ബട്ട് ദർ ഇസ് നോ പോസിബിൾ വേൾഡ് ഇൻ വിച്ച് ഹി ഡസ് ദാറ്റ്. ഇതിന് പോസിബിലിറ്റി പ്രിൻസിപ്പിൾ എന്നൊരു പ്രിൻസിപ്പിൾ ഉണ്ട്. പോസിബിലിറ്റി പ്രിൻസിപ്പിൾ ബേസിക്കലി പറയുന്നത് പോസിബിൾ ആയ കാര്യം മാത്രമാണ് ഒരാൾക്ക് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടാവുള്ളൂ എന്നുള്ളത്. ഇത് പല ഫിലോസഫേഴ്സും ഡിനൈ ചെയ്യുന്നൊരു കാര്യമാണ്. ഓക്കെ, ഇതിനടുത്ത് 4 സൈഡിലുള്ള ട്രയാങ്കിൾ ഉണ്ടാവും എന്ന കാര്യമല്ല നമ്മൾ പറയുന്നത്. ചില കാര്യങ്ങൾ ഇമ്പോസിബിൾ ആവുന്നത് ഗോഡ് ഒരു പോസിബിൾ വേൾഡിലും അത് ചെയ്യാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഗോഡിന്റെ ക്യാരക്ടർ കാരണമാണ് ഒരു പോസിബിൾ വേൾഡിൽ സംഭവിക്കുന്നത്. ഗോഡ് ചൂസ് ചെയ്തുകൊണ്ട് മാത്രമാണ്. ചൂസ് ചെയ്തുകൊണ്ട് എല്ലാ പോസിബിൾ വേൾഡിലും, അതായത് ഗോഡിന്റെ ക്യാരക്ടറായിട്ട് അതിനെ ചൂസ് ചെയ്തു, എല്ലാ പോസിബിൾ വേൾഡിലും അത് മാത്രം സംഭവിക്കും. അതുകൊണ്ടാണ് അത് ഇമ്പോസിബിൾ ആവുന്നത്. അത് ഇമ്പോസിബിൾ ആയതുകൊണ്ട് ചെയ്യാൻ പറ്റാത്തത്. അത് പടച്ചോന് ഒരു തിന്മ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടല്ല, പടച്ചോൻ എല്ലാ പോസിബിൾ വേൾഡുകളിലും നന്മ മാത്രം ചെയ്യൽ തെരഞ്ഞെടുത്തത് കൊണ്ടാണ്. He is the one who is making it impossible. Yes. Okay, it's not impossible. Itself impossible അല്ല, പടച്ചോൻ ഇമ്പോസിബിൾ ആക്കിയതാണ്. ഇമ്പോസിബിൾ ആക്കിയതാണല്ല, പടച്ചോൻ ചെയ്യാത്തത് കൊണ്ടാണ് ഇമ്പോസിബിൾ ആവുന്നത്. Yes. ഓക്കെ, സോ അത് ഒന്നാമത്തെ ഇഷ്യൂ. രണ്ടാമത്, ഇതിൽ നമ്മൾ വളരെ സ്പെസിഫിക് ആയിട്ട്, അഗൈൻ നമ്മുടെ മുമ്പത്തെ വീഡിയോ തന്നെ ക്ലിപ്പിട്ടാൽ മനസ്സിലാവേണ്ടതാണ്. നമ്മൾ വളരെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്താണ്, സർക്കംസ്റ്റൻസിനാൽ ഒരാൾ ഇബിലി ചെയ്യാൻ പറ്റാതിരിക്കുന്നു. മനുഷ്യൻ്റെ കാര്യത്തിൽ ആൾ ഇബിലി ചെയ്യാൻ പറ്റാത്തത് അയാളുടെ സർക്കംസ്റ്റൻസ് അയാളെ ഫോഴ്സ് ചെയ്യുന്നത് കൊണ്ടാണ്. അയാളുടെ നേച്ചർ ആൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഇതിന് ഒരു കൗണ്ടർ പറഞ്ഞത് അള്ളാഹുവിൻ്റെ നേച്ചർ അള്ളാഹുവിനെ ഫോഴ്സ് ചെയ്യുന്നു. അത് നമ്മൾ അള്ളാഹുവിൻ്റെ നേച്ചർ അള്ളാഹു പെർഫെക്റ്റ്ലി എക്സ്പ്രസ് ചെയ്യുന്നു. എക്സ്റ്റേണലി യാതൊരു രീതിയിലുള്ള ഇത് അത് നമ്മൾ പറഞ്ഞ പോയിന്റാണ്. മനുഷ്യൻ ഇവിടെ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞ അതേ ഫ്രീ വില്ല് പെർഫെക്റ്റ് ആയിട്ട് അള്ളാഹുവിനുണ്ട് എന്നാണ് പറയുന്നത്. സോ ദാറ്റ് ഡസൻറ്റ് വർക്ക് ചെയ്ത്. പിന്നെ ഇൻഡക്റ്റീവ് ഇൻഫ്ലുവൻസ്, നമ്മൾ ഒരു കാര്യം പറഞ്ഞത് എന്താണ്, പാസ്റ്റിൽ ഈ വിൽസ് ഒന്നും നമ്മൾ നടന്നിട്ടില്ല എങ്കിൽ നമ്മൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഫ്യൂച്ചറിൽ ഡിസിഷൻ എടുക്കുന്നത്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമില്ല, പാസ്റ്റ് ലിവിൽ നടന്നിട്ടില്ല എന്നതുകൊണ്ട് ഫ്യൂച്ചർ ലിവിൽ നടത്താൻ പറ്റില്ല എന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ സയൻറ്റിഫിക് നാച്ചുറൽ ലോസിൻ്റെ അണ്ടറിലാണ് വരുന്നത്. അപ്പം നമുക്കറിയാം പാസ്റ്റിൽ ഇങ്ങനെയാണ് പാറ്റേൺസ് ഒക്കെ നടന്നിട്ടുള്ളത്, ഇവൻസ് ഒക്കെ ഇങ്ങനെയാണ് നടന്നിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അതെ, പടച്ചോന് പാസ്റ്റിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇനി ഫ്യൂച്ചറിൽ ഇങ്ങനെ സംഭവിക്കുള്ളൂ എന്നില്ല. ബിക്കോസ് പാസ്റ്റിൽ അതൊക്കെ പടച്ചോനാണ് നടത്തിയത്. സോ ദാറ്റ്സ് എ ഫാൾസ് എക്സാമ്പിൾ. പിന്നെയുള്ളത്, അള്ളാഹുവിന് ഈ സഫറിങ് ഒന്നും ഇല്ലാതെ ഗുഡ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ലേ? അതുപോലെ നമുക്കും അച്ചീവ്. അഗെയിൻ നമ്മൾ പറഞ്ഞത് ഇതിന് എക്സംപ്ലിഫിക്കേഷൻ എന്ന് പറയും. ഇവിടെ ഇവിലുകളുടെ ഈ പറയുന്ന ഗുഡിൻ്റെ പ്രകടനമാണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, അതായത് നമ്മൾ നമ്മൾ ഉദാഹരണത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ആ പ്രോസസ്സാണ്. നമ്മൾ ഈ ഒരു സംഭവം കൊണ്ടുവന്നത് തന്നെ അതിനാണ്. ഏത് നമ്മൾ കോയിൻ്റെ എക്സാമ്പിൾ, എച്ച് നിഹിലോ ക്രിയേഷൻ്റെ കോയിൻ്റെ എക്സാമ്പിൾ ഒക്കെ കൊണ്ടുവന്നത് ആ പ്രോസസ്സിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ആ പ്രോസസ്സിനെ പറ്റിയിട്ടുള്ള കാര്യം ടച്ച് ചെയ്തിട്ടില്ല. അതെ, ആ പ്രോസസ്സിലാണ് നന്മ, അല്ലാതെ ആ പ്രോസസ്സിന്റെ എൻഡ് റിസൾട്ടിലല്ല സ്പെസിഫിക്കലി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പ്രോസസ്സുകളാണ് നടക്കേണ്ടത്. ആ പ്രോസസ്സ് എന്ന് പറയുന്ന ഒരാളുടെ ക്വാളിറ്റി അല്ല. അതേപോലെ ചില ക്വാളിറ്റീസ്
ചിലപ്പം മനുഷ്യനുണ്ടാകുമ്പം അത് ഗുഡും അള്ളാഹുവിനുണ്ടാകുമ്പോൾ അത് ഡിഫക്റ്റീവ് ആവും. ഉദാഹരണത്തിന് വർഷിപ്പിംഗ് അള്ളാഹുവിനെ ആരാധിക്കുക എന്ന് പറയുന്നത് വളരെ അള്ളാഹുവായിട്ടുള്ളൊരു ക്ലോസ് റിലേഷൻഷിപ്പ് ഉണ്ടാവുക, അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുക എന്നെല്ലാം ഉള്ളത്, അതേപോലെ വിനയം എന്നൊക്കെയുള്ളത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു ക്വാളിറ്റിയാണ്. എന്നാൽ ഇത് അള്ളാഹുവിലേക്ക് വരികയാണ് എങ്കിൽ സ്വാഭാവികമായും അള്ളാഹുവിനെ ആരാധിക്കുക എന്നതാണ് നന്മ. അപ്പോൾ പിന്നെ ആ നന്മ അള്ളാഹുവിന് അപ്ലിക്കബിൾ അല്ലല്ലോ, ഒബ്വിയസ്ലി, ഫോർ ഒബ്വിയസ് റീസൺസ്. അപ്പം അതേപോലെ വിനയം അള്ളാഹുവിനെ അതൊരു എന്താണ്, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വിനയം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഈസ് റെക്കഗ്നൈസിങ് ദാറ്റ് മറ്റൊരു മനുഷ്യനുള്ള താഴ്മ ഉണ്ടാവുക ഒരു മനുഷ്യനാണ് ആ തരത്തിൽ. അള്ളാഹു പെർഫെക്റ്റ് ബീയിങ് ആണ്. സോ അള്ളാഹുവിന് അവിടെ ഒരു വിനയോ ഹംബിൾനെസ്സിൻ്റെയോ വിഷയം വരുന്നില്ല. ഓക്കെ, ഹീസ് പെർഫെക്റ്റ്. സോ ലൈക്ക് ഇപ്പം നമ്മൾ പറയാറുണ്ട്, ഇപ്പം നാർസിസത്തെ കുറിച്ച് ഇപ്പോൾ പറയാറുണ്ട്. നാർസിസം എന്ന് പറഞ്ഞാൽ ഒരാളെ കുറിച്ച് ഒരാൾ അമിതമായി പെർഫെക്റ്റ് ആണെന്ന് വിചാരിക്കുന്ന വിഷയം. അപ്പം അള്ളാഹു പെർഫെക്റ്റ് ആണെന്ന് വിചാരിക്കും, ഈസ് ജസ്റ്റ് ബിലീവിങ് വാട്ട് ഈസ് ട്രൂ. സോ സം തിങ്സ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും വർക്കാവില്ല എന്നുള്ളതാണ്. മനുഷ്യനെ ഒരേ കേസിൽ എടുക്കുന്നതിൻ്റെ ഇഷ്യൂ ആണ് വരുന്നത്. ദർ ഇസ് എ റെലവൻറ്റ് ഡിഫറൻസ് എന്നുള്ളതാണ്. പിന്നെ വരുന്ന ഒരു ഒബ്ജക്ഷൻ എന്ന് പറഞ്ഞാൽ, ദിസ് ഈസ് എ ഗുഡ് ഒബ്ജക്ഷൻ ബൈ ദ വേ, കമൻറ്റുകളിലൊക്കെ പല ആളുകളും പറഞ്ഞിട്ടുള്ള ഒരു ഒബ്ജക്ഷനാണ്, വിച്ച് ഈസ് ഈ ഇവിലുകൾ കൊണ്ട് ഗ്രേറ്റർ ഗുഡ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് ഇവിലുകൾ തടയുന്നത്? നമ്മൾ ഇവിലുകൾ പിന്നെയും കൊണ്ടുവരണ്ടേ? ഇവിടെ ബേസിക്കലി ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ആക്ഷനും നമ്മുടെ തിയോളജിയും നമ്മളൊരു കോൺഫ്ലിക്റ്റ് വരുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് നമ്മുടെ തിയോളജി പറയുന്നത് ഒരു പർട്ടിക്കുലർ ഇവിൽ കണ്ടാൽ ആ ഇവിൽ എന്തോ ഗ്രേറ്റർ ഗുഡ് ഉണ്ട്, അതുകൊണ്ട് നമ്മളത് അതിലിടപെടാൻ പാടില്ല, അത് പ്രിവെൻറ്റ് ചെയ്യാൻ പാടില്ല. എന്നാൽ നമ്മുടെ ആക്ഷൻ എന്താണ്? നമ്മളത് പ്രിവെൻറ്റ് ചെയ്യുന്നു. അപ്പം നമ്മുടെ തിയോളജി പറയുന്നത് പോലെയല്ല നമ്മൾ നിൽക്കുന്നത് എന്നുള്ളതാണ് ബേസിക്കലി ഉള്ള ഒബ്ജക്ഷൻ. അപ്പം എന്തിനാണ് നമ്മൾ ഇത് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇത് ഗ്രേറ്റർ ഗുഡ് ഉണ്ടാവുകയാണെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് മദ്യവും കഞ്ചാവും ഒക്കെ എന്തിനാണ് നിരോധിക്കുന്നത്? അതേപോലെ ഇപ്പോൾ ഒരു അപകടം നടക്കുമ്പോൾ നമ്മൾ എന്തിനാണ് പ്രതിരോധിക്കുന്നത്? കാരണം ഇവിൽ നടക്കുന്നതനുസരിച്ച് ഗുണങ്ങൾ ഉണ്ടാവുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ഫസ്റ്റ് റെസ്പോൺസ് നമുക്ക് പറയേണ്ടത് ഡിയൻഡോളജിയാണ്. ഡിയൻഡോളജി എന്ന് പറഞ്ഞാൽ, നമുക്ക് ചില കാര്യങ്ങൾ അള്ളാഹുവിന് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടാവും, നമുക്കിത് ചെയ്യാനുള്ള റൈറ്റ് അവകാശം ഉണ്ടായിക്കൊള്ളുന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം ഞാൻ സമതിൻ്റെ കയ്യിൽ നിന്ന് ഒരു 100 രൂപ കടം വാങ്ങി. ഓക്കെ, സമതിനോട് തിരിച്ചു ചോദിച്ചു. സമതിന് ഞാനത് തരൽ നിർബന്ധമാണ്, ഈവൻ തോ ആ പൈസ കൊണ്ട് സമത് എന്തെങ്കിലും മോശമായ കാര്യമാണ് ചെയ്യുന്നതെങ്കിൽ പോലും. എന്നാൽ അതേ സമയത്ത് സമത് എന്നോട് 100 രൂപ വായ്പ ചോദിക്കുകയാണ്. സമത് അതുകൊണ്ടൊരു നല്ലൊരു കാര്യമാണ് ചെയ്യുന്നത് എങ്കിലും എനിക്ക് തരാൻ ബാധ്യതയില്ല. ബാധ്യത കേസിൽ എനിക്ക് ബാധ്യതയുണ്ട്, ഈവൻ തോ അതിൻ്റെ കോൺസിക്വൻസ് ബാഡ് ആണെങ്കിലും. രണ്ടാമത്തെ കേസിൽ എനിക്ക് കോൺസിക്വൻസ് ഗുഡ് ആണെങ്കിലും തരേണ്ട ബാധ്യതയല്ല, നെസസറി അല്ല എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ചില അള്ളാഹുവിന് മനുഷ്യരുടെ മേലുണ്ടാവുന്ന പല അധികാരങ്ങളും ഉണ്ടാവും. അപ്പം ആ അധികാരങ്ങൾ മനുഷ്യനുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഒരു ഗ്രേറ്റർ ഗുഡ് അച്ചീവ് ചെയ്യുന്നതിൻ്റെ ബേസിസിൽ അള്ളാഹുവിന് ചില സഫറിങ് ഉള്ള ഒരു വേൾഡ് അലോ ചെയ്യാമെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു പോസിബിലിറ്റി അലോ ചെയ്യാം. പക്ഷേ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈവൻ ഇഫ് അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടെങ്കിൽ പോലും അവനത് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല, അവകാശമില്ല. പിന്നെ അതിലുള്ള വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ പറയാത്തൊരു കാര്യം അതിലേക്ക് ഒരു ഹിഡൻലി ഒരു പറയുന്നുണ്ട്. അതായത് ഇപ്പം നമ്മൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഗുഡ് ഉണ്ടാവണമെങ്കിൽ ഇവർ വേണമെന്നുള്ളതാണ്. പക്ഷേ ഏത് ഇവലും എങ്ങനെയുണ്ടെങ്കിൽ ഗുഡ് ഉണ്ടാവുന്നല്ല. അതെ, എക്സാക്ട്ലി. ഇത് എൻ്റെ ഓർമ്മ ശരിയാണ്, ഡിനൈങ് ദ കോൺസിക്വൻറ്റോ അഫേമിങ് ദ ആൻറ്റിസിഡൻറ്റോ അങ്ങനെ എന്തൊരു ഫലസിയാണ്. ഇൻവേഴ്സ് എറർ കോൺവേഴ്സ് എറർ എന്നോ പറയും. ഐ എം നോട്ട് ഷുവർ അബൌട്ട് ദാറ്റ്. ഇത് ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ, രാജുവിന് പനി വന്നാൽ രാജു ഹോസ്പിറ്റലിൽ പോകും എന്ന് പറഞ്ഞതിനർത്ഥം രാജുവിന് പനി വന്നില്ലെങ്കിൽ രാജു ഹോസ്പിറ്റലിൽ പോവില്ല എന്നല്ല. രാജു പല കാരണങ്ങൾ കൊണ്ടും ഹോസ്പിറ്റലിലേക്ക് പോകാം. അപ്പം ഗുഡ് ഉണ്ടാവണമെങ്കിൽ ഇവിൽ ആവശ്യമാണ്. അതിനർത്ഥം ഗുഡ് ഉണ്ടാവും എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു ഇവിൽ ഇൻഫ്ലിക്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കതിനെക്കുറിച്ച് നോളജ് ഉണ്ടായിരിക്കണം. ഈ ഇവിൽ കൊണ്ട് ഇന്ന ഗുഡ് ഉണ്ടാവും എന്ന് അറിവുണ്ടായിരിക്കണം. അത് വെറുതെ പോയിട്ട് ഇവിൽ ഇൻഫ്ലിക്റ്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് പോയിന്റ്. ഇവിടെയും മറ്റേ വിഷയം വരുന്നുണ്ട്, അത് ഐസൊലേറ്റഡ് ഇൻസിഡന്റ്. വീണ്ടും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യണം. നമ്മളെന്താണോ ഭയങ്കര സ്ട്രെസ് ചെയ്ത് ഫോക്കസ് ചെയ്തിട്ട് അവരുടെ ടോട്ടൽ റെസ്പോൺസ് ആയിട്ട് പറഞ്ഞത്, ആ പ്രശ്നം വരുന്ന എക്സാമ്പിൾസേ പോലും പറയുന്നുള്ളൂ എല്ലാം. അത് ഇവിടെ വിഷയം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു ഇപ്പം സമുദ്രം ഞാനിത് കൊല്ലാൻ വേണ്ടി പോവാണ്, നമ്മൾ ഓൾറെഡി സംഭവിച്ച കാര്യമാണ്. ഇപ്പം എന്നെ ഒരാൾ പിടിച്ചു വെക്കുന്നു സമുദ്രം കൊല്ലാൻ പോകുന്ന സമയത്ത്, നമ്മൾ ആ പിടിച്ചു വെച്ച ആളോട് പറയില്ല എന്താണ്, എടാ നീ ഫ്രീ വില്ല് തടഞ്ഞു നമ്മൾ പറയില്ല. കാരണം അവിടെ എൻ്റെ ഫ്രീ വില്ല് എന്താണ് എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. ഇവർ തന്നെ സംഭവിച്ച കാര്യമാണ്, ഫ്രീ വില്ല് എക്സിക്യൂട്ട് ആയിട്ടുണ്ട്, അവിടെ ഒരു കോൺസിക്വൻസ് ബാഡും നടന്നിട്ടില്ല. അപ്പം ഒരു ഐസൊലേറ്റഡ് ഇൻസിഡൻറ്റിൽ
പ്രിവെന്റ് ചെയ്യുന്നത് കൊണ്ട് ഒരു രീതിയിലുള്ള പ്രശ്നവും ഒരു സംഭവിക്കില്ല സിസ്റ്റമായി ഒരു സ്ട്രക്ചർ ആയിട്ട് വരുമ്പോഴാണ് വരുന്നത്. മറിച്ച് ഒരു ഒംനിപൊട്ടന്റ് ഒംനീഷ്യന്റ് ബീയിങ് എവറി ഇവിൽ തടയുമ്പോഴാണ് ഇവിടെ നമുക്ക് അപ്പോൾ അതൊരു സ്ട്രക്ചറായ ഒരു സിസ്റ്റമായിട്ട് മാറുന്നു. അത് നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിനെയൊക്കെ വളരെ രീതിയിൽ സ്വാധീനിക്കും. നമ്മുടെ മൊത്തം എന്താണ് സൈക്കോളജിക്കൽ സ്ട്രക്ചറിനെ രീതിയിൽ ബാധിക്കും. ഈ ഗുഡ് അച്ചീവ് ചെയ്യാൻ നമുക്ക് പറ്റില്ല എന്നുള്ളതാണ്. പിന്നെ ഇതിൻ്റെ ഒരു ഒബ്ജക്ഷനായിട്ട് പറയും, ഓക്കെ നിങ്ങൾ ഇവർ പ്രിവെൻറ്റ് ചെയ്യണം എന്ന് നിങ്ങൾ തിയോളജി പറയുന്നില്ല, ഇവർ പ്രിവെൻറ്റ് ചെയ്യരുത് എന്ന് നിങ്ങൾ തിയോളജി പറയുന്നില്ല, പക്ഷേ ഇവർ പ്രിവെൻറ്റ് ചെയ്യണോ ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ അല്ലേ എന്നുള്ളത്. ആൻഡ് വി ഡോണ്ട് തിങ്ക് സോ. ലൈക്ക് അവിടെയാണ് നമുക്ക് പഠിച്ചോൻ നമുക്ക് മോറൽ ഇൻഡ്യൂഷൻ തന്നിട്ടുണ്ട്, അതുപോലെ സ്ക്രിപ്ചറിലൂടെ നമുക്ക് ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ട്. സോ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഒരു തിയോളജി പറയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വിശ്വസിക്കുന്നത് ദൈവം നമ്മളൊരു പർട്ടിക്കുലർ തിയോളജി ഡിഫെൻസ് വാട്ടർ വെറ്റീസ് നമ്മളൊരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ നമ്മളെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ ദൈവം നമുക്ക് ഇൻസ്ട്രക്ഷൻസ് തരികയാണ്, നിങ്ങൾ ഇന്ന സിറ്റുവേഷനിൽ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം, നമുക്ക് അവിടെ കൺഫ്യൂഷൻസ് ഒന്നും വരുന്നില്ല. ഈ ഒരു സിറ്റുവേഷനിൽ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് സ്ട്രേറ്റ് ഫോർവേഡ് അറിയാം. വി ഹാവ് അതർ റീസൺസ് ലൈക്ക് സ്ക്രിപ്ചറും അതേപോലെ നിങ്ങൾ എന്താണ് അവിടെ ചെയ്യേണ്ടത്, നിങ്ങളുടെ റോൾ അവിടെ എന്താണ്, ഈ ഗ്രേറ്റർ ഗുഡ് അച്ചീവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്താണ് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നുള്ള ഒരു ഓപ്ഷൻ എന്ന് വെച്ചാൽ ഓക്കെ നമ്മൾ സം ഹൗ എന്താണ് അച്ചീവ് ചെയ്തു, ഒരു ഉട്ടോപ്പിയ അച്ചീവ് ചെയ്തു, യാതൊരു സഫറിങ്ങും ഇല്ലാതെ കംപ്ലീറ്റ്ലി നമ്മൾ എലിമിനേറ്റ് ചെയ്തൊരു 0 സഫറിങ്ങുള്ളൊരു ഉട്ടോപ്പിയ അച്ചീവ് ചെയ്തു. അങ്ങനെ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിൽ ബ്രിങ് ബാക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ എന്നുള്ളതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ പറയേണ്ടതെന്ന് വെച്ചാൽ മുമ്പത്തെ ഒബ്ജക്ഷൻ പറയുന്നത് നമ്മുടെ ആക്ഷനുമായിട്ട് ഇത് കോൺഫ്ലിക്റ്റ് ഉണ്ട് എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ആക്ഷനായിട്ട് കോൺഫ്ലിക്റ്റ് വരുന്നില്ല, ഉട്ടോപ്പിയ ഇല്ലല്ലോ. ഞാൻ പറയാണ് 8 മണിക്ക് ശേഷം ഒരു കാര്യം ചെയ്യണമെന്ന് ഞാൻ പറയാണ്, 7 മണിക്ക് വന്നിട്ട് ഒരാൾ പറയാണ് നീ ചെയ്യണമെന്ന് പറഞ്ഞ് നീ ചെയ്യുന്നില്ലല്ലോ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാരണം 8 മണിക്ക് ശേഷം പറഞ്ഞത്. അപ്പോൾ ഉട്ടോപ്പിയ ഉണ്ടെങ്കിൽ ആണ് നമ്മൾ തിയോളജി ഇത് ചെയ്യണമെന്ന് പറയുന്നുള്ളൂ. നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ആക്ഷനുമായിട്ട് യാതൊരു രീതിയിലുള്ള കോൺഫ്ലിക്റ്റും അത് വരുന്നില്ല. ഒന്നാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഈ യുട്ടോപ്പിയ അച്ചീവ് ചെയ്യുന്ന വിഷയം നോക്കുകയാണെങ്കിൽ അത് അച്ചീവ് ചെയ്യുമ്പം നമുക്കൊരു സ്ട്രിക്റ്റ് സർവൈലൻസ് ഒക്കെ വേണ്ടി വരും. അത് നമ്മുടെ പ്രൈവസി എത്രത്തോളം ബാധിക്കുന്നുള്ളൊരു വിഷയമുണ്ട്, അത് അവിടെ കിടക്കട്ടെ. എഗെയിൻ ഡിയൻറ്റോളജി നമുക്ക് ഇവിടെ പറയാം, നമ്മൾ മുമ്പ് പറഞ്ഞ റെസ്പോൺസ് തന്നെ ഡിയൻറ്റോളജി റെസ്പോൺസ് നമുക്ക് പറയാം, ലൈക്ക് നമുക്കതിനുള്ള റൈറ്റ് ഇല്ല എന്നുള്ളത്, ഈവൻ ഇഫ് ഗ്രേറ്റർ ഗുഡ് അച്ചീവ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓലി നേരത്തെ പറഞ്ഞ സാധനത്തിൽ കഞ്ചാവ് മദ്യപാനമൊക്കെ നമുക്ക് ലോ വെച്ച് പെർമിറ്റ് ചെയ്തോടെ ഒരു ഗുഡ് അച്ചീവ് ചെയ്യുക എന്നുള്ളത്. ഇസ്ലാം എവിടെയും ഒന്നും പെർമിറ്റ് ചെയ്യുന്നില്ല. ഇപ്പോൾ കഞ്ചാവിൻ്റെ ഇതിൻ്റെയും കാര്യമല്ല, ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ കുട്ടികൾ മരണപ്പെടുക എന്നുള്ളതിനെയും ലീഗലി പെർമിറ്റ് ചെയ്യുന്നില്ല, ലീഗലി അതിന് പെർമിഷൻ കൊടുക്കുന്നില്ല. ഇപ്പോൾ എവിടെയും ഓക്കെ നിങ്ങൾ ഗ്രേറ്റർ ഗുഡ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി ബോംബ് ഇട്ടോളൂ പറയുന്നില്ല. എല്ലാം നിയമപരമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, റെസ്ട്രിക്ഷൻ കൊടുത്തിട്ടുണ്ട്. ആ റെസ്ട്രിക്ഷൻ കൊടുത്ത് ചില ആളുകൾ ആ നിയമത്തെ കടക്കുമ്പോൾ, ആ നിയമത്തെ ക്രോസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു, അവർ തിന്മ ചെയ്തവരാകുന്നു. അപ്പോൾ നിയമത്തെ ക്രോസ് ചെയ്യാൻ അവർക്ക് പറ്റുമോ? ക്രോസ് ചെയ്യാൻ നിയമപരമായിട്ടുള്ള അനുവാദമല്ല, ലീഗലി അവർക്ക് അതിനുള്ള പെർമിഷൻ അല്ല. പക്ഷെ എന്തുണ്ട്, പോസിബിലിറ്റി ഉണ്ട്, സാധിക്കുമെന്ന് വെച്ചാൽ ചെയ്താൽ പറ്റായെന്നില്ല. അപ്പോൾ എനിക്ക് വെറുതെ ഇരിക്കുന്ന ഷാനുവിനൊന്ന് അടിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ലീഗലി ഞാൻ ബാൻഡാണ്, എനിക്ക് അങ്ങനെ അടിക്കാൻ പറ്റില്ല. പക്ഷെ എനിക്ക് എന്ത് ചെയ്യാം, പോസിബിളാണ്, അടിക്കുന്ന വിഷയം പോസിബിളാണ്. അപ്പോൾ കഞ്ചാവിൻ്റെ ആണെങ്കിലും മദ്യപാനത്തിൻ്റെ വിഷയമാണെങ്കിലും കൊല്ലുന്ന വിഷയമാണെങ്കിലും ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞ എന്ത് സഫറിങ് ആണെങ്കിലും ഒരാൾ സഫർ ചെയ്യിക്കാൻ പാടില്ല എന്നേ മതം പറയുന്നത്, നിയമപരമായിട്ടാണെങ്കിൽ പോലും. അവർ പറഞ്ഞ എന്താണ്, ബാക്കി എല്ലാ വിഷയങ്ങളിലും സഫറിങ്ങൊക്കെ പറ്റും, മദ്യപാനവും അതേപോലെ തന്നെ കഞ്ചാവൊന്നും പറ്റില്ല എന്നുള്ളത് അല്ല. ഒരു സഫറിങ്ങും വെറുതെ നിയമപരമായിട്ട് ഇവിടെ അനുവദിക്കപ്പെട്ടതല്ല. ഏത് നിയമം, റിലീജിയൻ ഇവിടെ നമുക്ക് നൽകുന്ന നിയമം. എന്നാൽ ആ നിയമപരമായിട്ട് അനുവദനീയം അല്ലാത്ത സമയത്ത് തന്നെ എന്താണ്, ആ നിയമത്തെ വയലേറ്റ് ചെയ്യൽ ഈസ് പോസിബിൾ. ആ പോസിബിലിറ്റി ചില ആളുകൾ ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ചില ആളുകൾ തിന്മ ചെയ്തവരായിട്ട് മാറുന്നത്. അപ്പോഴാണ് ബാക്കിയുള്ളവർക്ക് ചില റെസ്പോൺസിനുള്ള ബാധ്യതകൾ വരുന്നത്. ആ തരത്തിൽ കൂടെ ആ സംഭവത്തിന് മനസ്സിലാക്കണം എന്നുള്ളതാണ്. ദാറ്റ് മീൻസ് ഞാൻ ഫസ്റ്റ് പറഞ്ഞൊരു സാധനം തന്നെ ഇവർ ചില സമയങ്ങളിൽ പറയുന്നത് പറഞ്ഞാൽ ഈ പടച്ചോൻ ഡയറക്റ്റ്ലി ഈ സഫറിങ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അങ്ങനെയല്ല, ഈ മനുഷ്യന്മാർക്ക് എന്നുള്ള ഫ്രീഡം കൊടുത്തു. ചില ആൾക്കാർക്ക് ആ ഫ്രീഡം കൊണ്ട് ചില ആൾക്കാർ എന്ത് ചെയ്യുന്നു, ആ സഫറിങ്സ് ചെയ്യുന്നു. ചില ആൾക്കാർ ആ ഫ്രീഡം കൊണ്ട് സഫറിങ്സ് തടയുന്നു. ചില ആൾക്കാർ ആ സഫറിങ്സ് നടന്നതിന് ശേഷം റെസ്പോണ്ട് ചെയ്യുന്നു. ഇതൊക്കെയാണ് നേരത്തെ പറഞ്ഞ, ഇപ്പം നമ്മൾ മൊത്തത്തിൽ പറയുമ്പോൾ എപ്പോഴും പറയാറുള്ള പോലെ പരലോകം കൂടെ മനസ്സിലാക്കണം. എത്തിക്സിലൊരു ഡിസ്റ്റിങ്ഷൻ തന്നെയുണ്ട്, ഫോർസീൻ ഇൻറ്റൻറ്റഡ് ഡിസ്റ്റിങ്ഷൻ എന്ന് പറയും. അതായത് നമ്മൾ കാര്യം ഫോർസീ ചെയ്യുന്നു എന്നതും നമ്മൾ ഇൻറ്റൻറ്റ് ചെയ്യുന്നതും നമ്മൾ വ്യത്യാസം. ഓക്കെ, അപ്പോൾ ഇത് എന്താണ് ട്രോളി പ്രോബ്ലത്തിലൊക്കെ മെയിൻലി യൂസ് ചെയ്യുന്നൊരു സംഭവമാണ്. ഫാറ്റ് മാൻ ഒരാൾ പുഷ് ചെയ്യുന്നതും അതേപോലെ ലിവർ സ്വിച്ച് ചെയ്യുന്നതും തമ്മിലുള്ള ഡിഫറൻസ് അവർ ബേസിക്കലി കാണുന്നതാണ്. ലിവർ സ്വിച്ച് ചെയ്യുന്ന സമയത്ത് ട്രോളി പ്രോബ്ലം അറിയാത്ത ആളുകളുണ്ടെങ്കിൽ, ട്രോളി പ്രോബ്ലം ബേസിക്കലി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു 5 പേര് ഒരു റെയിൽവേ ട്രാക്കിലുണ്ട്, ഒരാൾ വേറൊരു റെയിൽവേ ട്രാക്കിലുണ്ട്. അപ്പോൾ നമ്മളൊരു ലിവർ സ്വിച്ച്, ഈ 5 പേരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്
അതായത് നോർമലി ട്രെയിൻ പോകുന്ന വഴിയിലാണ് 5 5 പേരുള്ളത്. അപ്പോൾ നമ്മൾ ഈ ലിവർ സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരാളെടുത്തേക്ക് പോകും, ഒരാൾ മരണപ്പെടും, 5 പേര് രക്ഷപ്പെടും എന്നുള്ളത്. ഈ ഒരാൾ നിൽക്കുന്നത് നോർമലി ട്രെയിൻ പോകാത്ത വഴിയിലാണ്, ബാക്കി 5 പേര് നിൽക്കുന്നത് നോർമൽ ട്രെയിൻ പോകുന്ന വഴിയിലാണ്. പൊതുവെ ആളുകൾ പറയുന്നത് ഈ ഒരാളെ കൊന്നിട്ട് 5 പേരെ രക്ഷിക്കുക എന്നുള്ളതാണ് പൊതുവെ ആളുകൾ ഈ ഒരു വിഷയത്തിൽ പ്രോബ്ലം ചോദിച്ചാൽ നോർമലി പൊതുവെ ആളുകളുടെ റെസ്പോൺസ് കിട്ടാറുള്ളത്. എന്നാൽ അതേ സമയത്ത് ഈ എക്സാമ്പിൾ നമ്മൾ സ്ലൈറ്റ്ലി ഒന്ന് മാറ്റിയിട്ട് പറയാണ്, എന്താണ് ഒരു 5 പേര് ഇതേ ഉദാഹരണം തന്നെ ഇവിടെ രണ്ടാമത്തെ കേസിൽ ഉദാഹരണം എന്താ വെച്ചാൽ ഒരു ഫാറ്റ് ആയിട്ടുള്ള ഒരാളുണ്ട്, അയാൾ ഈ ട്രെയിനിന്റെ മുമ്പിലേക്ക് നമ്മൾ ഉന്തി തള്ളിയിടുകയാണെങ്കിൽ, ആൾ പുഷ് ചെയ്തിടുകയാണെങ്കിൽ 5 പേര് രക്ഷപ്പെടും, 5 പേര് രക്ഷപ്പെടും. ഈ ഒരു സാഹചര്യത്തിൽ പൊതുവെ ആളുകൾ പറയുള്ളത് ചെയ്യാൻ പാടില്ല, ഈ ഒരാളെ കൊന്നിട്ട് ആളെ രക്ഷപ്പെടുത്താൻ പാടില്ല എന്നുള്ളതാണ്. ഇതിനേക്കാളും കുറച്ചും കൂടി എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള വേറൊരു ഉദാഹരണമാണ്, ഒരു ഹോസ്പിറ്റലിലേക്ക് ഒരാൾ വരുന്നു, അയാളുടെ 5 ഓർഗൻസ് യൂസ് ചെയ്തിട്ട് വേറെ 5 പേർക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. ഇയാൾക്ക് ചെറിയ എന്തോ അസുഖമുള്ളൂ, അതെ, ഇയാൾ ജലദോഷമായിട്ട് വന്നതാണ്, ഇയാളുടെ ബാക്കിയല്ല, അതായത് ജലദോഷമായിട്ട് ആൾ വരുന്നു. അപ്പോഴാണ് ICUയിൽ 5 പേർ 5 ഓർഗന് എന്താ പറയുക പ്രശ്നം ഉള്ള അവസ്ഥയിൽ കിടക്കുന്നു. ഒരാൾ ലിവർ പോയിട്ടുണ്ട്, കിഡ്നി പോയിട്ടുണ്ട്, ഹാർട്ട് പോയിട്ടുണ്ട്, ബ്രെയിൻ പോയിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇയാൾ ഹെൽത്തിയാണ്, ജലദോഷമേ ഉള്ളൂ. അപ്പോൾ ഇയാൾ ഓർഗൻസ് വെച്ചിട്ട് 5 പേർക്ക് കൊടുത്താൽ 5 പേര് സർവൈവ് ചെയ്യും, ഇയാൾ മരിക്കും. അപ്പം ഇതും പാടില്ല എന്നാണ് പൊതുവെ. ഇത് രണ്ടാമത്തെ കേസിനേക്കാളും ഫാറ്റ് മാൻ ഉന്തി തള്ളിടുന്നതിനേക്കാളും ഈ വേഴ്സ് ആയിട്ടുള്ളൊരു ഓപ്ഷൻ, അതായത് ഈ ഇങ്ങനെ 5 പേരെ രക്ഷിക്കുകയല്ല ചെയ്യേണ്ടത് എന്നാണ് പൊതുവെ ആളുകളൊക്കെ പറയാറുള്ളത്. ഈ മോറൽ ഇൻഡ്യൂഷൻ പൊതുവെ ആളുകളുടെ റെസ്പോൺസ് അങ്ങനെയാണ് വരാറുള്ളത്. അപ്പം ഇതിൽ ബേസിക്കലി ഒരു ചോദ്യം വരുന്നതെന്ന് വെച്ചാൽ ഈ രണ്ടാമത്തെ കേസും ആദ്യത്തെ കേസും തമ്മിൽ, അല്ലെങ്കിൽ 2ഉം 3ഉം ആദ്യത്തെ കേസും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എന്നുള്ളത്. കാരണം 2ലും ഒരാൾ മരിക്കുന്നു, ആ ഒരു ഓപ്ഷനാണല്ലോ വരുന്നത്. അപ്പോൾ ഇതിന് കൊടുക്കുന്ന റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഫോർസീൻ ഇൻറ്റൻറ്റഡ് ഡിഫറൻസ് ഉണ്ട്. ആദ്യത്തേൽ നമ്മൾ രണ്ടാമത്തെ ആളെ കൊല്ലാൻ ഇൻറ്റൻറ്റ് ചെയ്യുന്നില്ല, ഉള്ളത് ഫോർസി ചെയ്യുന്നുള്ളൂ. എന്നാൽ രണ്ടാമത്തെ മൂന്നാമത്തെ കേസിൽ നമ്മൾ അവരെ ഡെലിബറേറ്റ്ലി അവരെ പിടിച്ച് ഇൻറ്റൻറ്റ് ചെയ്ത് നമ്മൾ ഡയറക്റ്റ്ലി അവരെന്ത് ചെയ്യുന്നു, അറ്റാക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം കേവലം ഒരു ഫോർസിങ് അല്ല, നമ്മൾ ഇൻറ്റൻഷ്യലി അവരെ കൊല്ലുന്നുണ്ട്. മറ്റേടത്ത് നമ്മൾ അവർ മരിക്കും, ലിവർ തിരിച്ച് അവർ മരിക്കും നമുക്കറിയാം, പക്ഷെ അത് ഇൻറ്റൻറ്റഡ് കോൺസിക്വൻസ് അല്ല, ഫോർസീൻ ആണെന്നുള്ള ഒരു ഡിസ്റ്റിങ്ഷനാണ് കൊടുക്കുന്നത്. ഓക്കെ, നമ്മൾ ഉട്ടോപ്പിയുടെ വിഷയത്തിൽ നമ്മൾ തിരിച്ച് ഇവിൽ കൊണ്ടുവരുമെന്ന് വിചാരിക്കാം. അവിടെ വീണ്ടും നമ്മൾ മേൽപ്പറഞ്ഞ പ്രശ്നങ്ങൾ വരും. ഇവിലുള്ളത് കൊണ്ട് ഗുഡ് ഉണ്ടാവുന്നില്ല, ഇവില് ഏത് ഇവിലുണ്ടെങ്കിലും എന്ത് ഇവിലുണ്ടെങ്കിലും എങ്ങനെ ഇവിലുണ്ടെങ്കിലും ഗുഡ് ഉണ്ടാവും നമ്മൾ പറഞ്ഞിട്ടില്ല. നമ്മുടെ കമന്റിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റെസ്പോൺസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇവിലാണല്ലോ ഇഷ്ടം, അപ്പം നിങ്ങൾക്ക് ഇവിലുകൾ ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പം നിങ്ങൾ എന്തിനു വേണ്ടിയാണ്, എന്തുകൊണ്ടാണ് ഇവിലിന് വേണ്ടി പ്രാർത്ഥിക്കാത്തത്? ഇവിൽ ഇത്രയും ഗുഡ് ആയിട്ടുള്ള കാര്യമാണ്, നിങ്ങൾ എന്തിനാണ് ഇവിലിന് വേണ്ടി പ്രാർത്ഥിക്കാത്തത്? അഗെയിൻ റീസൺ ഇതാണ്, ഇവിലുള്ളതുകൊണ്ട് ഇവില് മാത്രം കിട്ടിയിട്ട് കാര്യം, ഇവിൽ ഉണ്ടാവാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അതായത് ഗുഡ് ഉണ്ടാവണമെങ്കിൽ അവിടെ ഇവില് വേണമെന്നേ ഉള്ളൂ. അതായത് ഇവിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏത് ഇവിൽ എങ്ങനെ ഉണ്ടെങ്കിലും ഗുഡ് ഉണ്ടാവുന്നല്ല. അതെ, അപ്പോൾ നമ്മൾ ബേസിക്കലി ചെയ്യുന്നത് വെച്ചാൽ അള്ളാഹുവിനോട് പറയാം, നമുക്ക് ഉദാഹരണത്തിന് സ്വർഗത്തിൽ ഏറ്റവും ഉന്നത സ്ഥാനം ലഭിക്കണം, അങ്ങനെയുള്ള നന്മകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. അത് അള്ളാഹു ഇത് രീതിയിൽ തരുന്നു എന്നുള്ളത് അത് അള്ളാഹുവിന്റെ അടുക്കലുള്ള കാര്യമാണ്. അപ്പം അതല്ലാതെ വൈ നമ്മൾ പഠിച്ചവന് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വേണ്ടത് എയിമാണ്, നമ്മുടെ ടാർഗറ്റ് ആണ് നമുക്ക് കിട്ടേണ്ടത്. ആ ടാർഗറ്റ് എങ്ങനെ അച്ചീവ് ചെയ്യുന്നു എന്നുള്ളത് അള്ളാഹു തീരുമാനിക്കുന്ന വിഷയമാണ്. അവിടെ നമുക്ക് അതറിയില്ല എന്നുള്ളത് കൂടെ അതിന്റെ ഒരു സ്ട്രക്ചറിന്റെ ഭാഗമാണ്. അതെ, ഇവില് നമ്മൾ ചുമ്മാ ഇവില് വേണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ആ ഇവില് കൊണ്ടുള്ള ഗുഡാണ് നമുക്ക് വേണ്ടത്. ഇവില് നെസസറിലി ഗുഡിനെ ഫോളോ ചെയ്യും എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. ഓക്കെ, അതേപോലെ ഈ ഉട്ടോപ്യൻ്റെ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വേറെ കാര്യം എന്നാൽ, ഇപ്പോൾ ഉട്ടോപ്യ ഉണ്ടാക്കുക എന്നുള്ള ഒരു ഗുഡാണ്. മീൻസ് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്ട്രക്ചർ, ഒരു സിസ്റ്റം അനുസരിച്ച് കുറേ ഈവിൾസ് ഉണ്ട്, കുറേ സഫറിങ്സ് ഉണ്ട്, കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ആ പ്രശ്നങ്ങൾ മാറ്റിയിട്ട് എന്താ പറയുക, ഒരു ഉട്ടോപ്യ എന്നുള്ളതല്ല, ഒരു നല്ല ലോകം, ഒരു നേരത്തെ പറഞ്ഞ ഗുഡ് മാത്രം സംഭവിക്കുന്ന ടൈപ്പ് ഓഫ് ഒരു ലോകം അതുണ്ടാക്കുക എന്നുള്ളത് എന്താ പറയുക നന്മയാണ്. അതേപോലെ അത് എന്താ പറയുക മനുഷ്യന്മാർക്ക് പഠിച്ച ആ സിസ്റ്റം കൊടുത്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അങ്ങനെ ഒരു ഉട്ടോപ്യ ഉണ്ടാക്കാൻ പറ്റുകയും ചെയ്യുന്നത്. എന്നാൽ അത് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അത് റിപ്പീറ്റ് ചെയ്തോളണമെന്നില്ല. ആ ഗുഡ്, ആ കഴിഞ്ഞ ഗുഡ് റിപ്പീറ്റ് ചെയ്തോളണമെന്നില്ല. അതെ, ഇവിടെ വിഷയം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഇനീഷ്യലി പഠിച്ചോൻ തരുന്നത് എന്താണ്, ഇങ്ങനത്തെ ഒരു അപകടമൊന്നും ഇല്ലാത്തൊരു വേൾഡ് ആണെങ്കിൽ അവിടെ ഈ എന്താണ് മനുഷ്യന്മാർ പരസ്പരം സഹകരിച്ചുകൊണ്ട് ഒരു ഗ്രേറ്റർ വേൾഡ് ഉണ്ടാക്കി എന്നുള്ള ഗുഡ് നടക്കൂല. അതായത് ഗുഡ് നടക്കുന്നത് എന്തുകൊണ്ടാണ്, ഇവിടെ ഓൾറെഡി പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും സഫറിങ്സും അതിനുള്ള ഓപ്ഷൻസ് നമ്മൾ അതിനെയൊക്കെ അതിജീവിച്ച് അതിനെയൊക്കെ ഓവർകം ചെയ്ത് ഒരു നല്ല വേൾഡ് ഉണ്ടാക്കുക എന്നതാണ് അവിടുത്തെ ഗുഡ്. പിന്നീട് ആ ഒരു പ്രോസസ്സ് അവിടെ, ആ ഗുഡ് അവിടെ അച്ചീവ് ചെയ്ത് കഴിഞ്ഞു, പിന്നെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, തിരിച്ച് ബാക്കോട്ട് പോകേണ്ട ആവശ്യമില്ല. ഡിവൈൻ ഹിഡൻസിലൊക്കെ നമ്മൾ പറയാറുണ്ട്, അള്ളാഹു പിന്നെ നമ്മൾ
പൂർണ്ണമായി അറിഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങുന്നത് എങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ സ്ട്രെങ്ത്തിനെ അത് ബാധിക്കും. മറിച്ച് അതേ സമയത്ത് നമ്മൾ അള്ളാഹുവിനെ Gradually. കുറിച്ച് മനസ്സിലാക്കി കൂടുതൽ ഗവേഷണങ്ങളൊക്കെ നടത്തി അങ്ങനെ ആ ഒരു ഗ്രോ വളർന്ന് അങ്ങനെ അള്ളാഹുവായിട്ടുള്ളൊരു സ്ട്രോങ്ങർ റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നത് കൂടുതൽ ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും എന്നുള്ളതാണ്. സോ വൺസ് ആ റിലേഷൻഷിപ്പ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ആ അച്ചീവ് ചെയ്യുക എന്ന ആ പ്രോസസ്സിൻ്റെ നന്മ അവിടെ കഴിഞ്ഞു. നടന്നു. Yes. പിന്നെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പിന്നെ അത് റിപ്പീറ്റ് ആ, അടിച്ച് പിന്നെ repeat എല്ലാം എല്ലാം മറന്ന് എല്ലാം ഒഴിവാക്കി പിന്നെ വീണ്ടും തുടങ്ങേണ്ട തുടങ്ങേണ്ട ആവശ്യമില്ല. ആവശ്യമില്ല ഒന്നാമത് അള്ളാഹുവായിട്ടുള്ള അങ്ങനെയുള്ള സ്ട്രോങ്ങർ റിലേഷൻഷിപ്പ് ഇല്ലാതാവുക എന്ന് പറയുന്നത് ഇൻഫിനിറ്റ്ലി ബാഡ് ആയിട്ടുള്ള ഒരു കാര്യമാവാം. അതുകൊണ്ട് തന്നെ ഇനീഷ്യലി ഇല്ലാതിരിക്കുന്നതും വൺസ് അത് അച്ചീവ് ചെയ്തതിന് ശേഷം ഇല്ലാതാകുന്നതും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. അതേപോലെ ഡിഫറെന്റ് ആണ്. ഈ മെമ്മറി ഒക്കെ നമുക്ക് ലോസ്റ്റ് ചെയ്ത് നടന്നു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ വാല്യൂ പോയി, പിന്നെ നമ്മൾ രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അപ്പം റിപ്പീറ്റ് വാല്യൂ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. ഇല്ല. ഓക്കെ, ഇനി വിഷയം വരുന്നത് നമ്മുടെ ഗ്രേറ്റർ ഗുഡ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഇതുവരെ ഉള്ളതൊന്നും ഗ്രേറ്റർ ഗുഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള നെസസറി കണ്ടീഷനെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഗ്രേറ്റർ ഗുഡ് ഇതിപ്പം ഇവിലും സഫറിങ് ഒന്നും ഇല്ലാത്തൊരു വേൾഡ്, അവിടെ കമ്പാഷൻ ഇല്ല, അങ്ങനത്തെ ഒരു 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 ബെനിഫിറ്റ്സും ഇല്ലാത്ത, ഒരു നന്മകളും ഇല്ല, അങ്ങനെയുള്ള നന്മകളൊന്നും ഇല്ലാത്ത പ്യുവർ പ്ലഷർ ആയിട്ടുള്ള ഒരു വേൾഡ്. ആ വേൾഡാണോ നമ്മുടെ കറന്റ് വേൾഡാണോ ബെറ്റർ? സ്വാഭാവികമായിട്ടും ആരും അഗെയിൻ ബർഡൻ ഓഫ് പ്രൂഫ് നമുക്കല്ല. അപ്പം ഇത് ബെറ്റർ ആണോ, ക്വസ്റ്റ്യൻസ് ആർ നോട്ട് ആർഗ്യുമെന്റ്സ്. ഇപ്പോൾ ബെറ്റർ ആണോ എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല, എന്താണ് നിങ്ങൾ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യണം. ഇതാണ് ബെറ്റർ എന്നുള്ളത് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യണം. നിങ്ങൾക്കാണ് ബർഡൻ ഓഫ് പ്രൂഫ് ഉള്ളത്. ഇപ്പം നമുക്കറിയില്ല ഏതാണ് ബെറ്റർ എന്നുള്ളത്, അറിയില്ല എന്ന് പറഞ്ഞാൽ പോലും ഞങ്ങൾക്കത് മതി. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ആ ആർഗ്യുമെന്റിലേക്ക് എത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അതെ, നിങ്ങളാണ് ഇത് തെളിയിക്കേണ്ടത്. ഈ ഒരു സംഭവമാണ് ബെറ്റർ എന്ന് നിങ്ങൾ കാണിക്കേണ്ടത് നിങ്ങളുടെ ബാധ്യതയാണ്. അപ്പം നമുക്ക് ആ വിഷയത്തിൽ അറിയില്ല എന്നുള്ളൊരു നിലപാടെടുത്താൽ തന്നെ നമ്മുടെ പോയിന്റ് ഓക്കെയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഏറ്റവും മോശമായിട്ടുള്ള ഒരു എത്തിക്കൽ തിയറി എന്ന് പറയുന്നത് ഹിഡോണിക് യൂട്ടിലിറ്റേറിയനിസം ആണ്. ഹിഡോണിക് യൂട്ടിലിറ്റേറിയനിസം ബേസിക്കലി പറയുന്നത് എന്നാൽ പ്ലഷറും മാക്സിമൈസ് ചെയ്യുക, പെയിന് മിനിമൈസ് ചെയ്യുക. ഈ ഒരു സംഭവം മാത്രമേ ഉള്ളൂ, വേറെ ഗുഡ്സ് ഒന്നും ഈ ലോകത്തില്ല. ഇതാണ് ഒരു വ്യൂ. പക്ഷേ ഈ വ്യൂ ഒബ്വിയസ്ലി എന്താണ് ഒരുപാട് കൗണ്ടർ എക്സാമ്പിൾസ് ഉള്ള ഒരു വ്യൂ ആണ്. നമ്മളെപ്പോഴും പറയാറുള്ള പറഞ്ഞ ഈ ഓർഗൻ ഡൊണേഷന്റെ വിഷയം. അവിടെ 5 പേരുടെ പ്ലഷർ വരുന്നു, ഒരാളുടെ പെയിനേ വരുന്നുള്ളൂ. അപ്പോൾ ഏറ്റവും ആ സിസ്റ്റത്തിനെ ടോട്ടലി എടുക്കുകയാണെങ്കിൽ അവിടെ മാക്സിമൈസ്ഡ് പ്ലഷർ ആൻഡ് മിനിമൈസ്ഡ് പെയിൻ എന്നുള്ള ഓപ്ഷൻ എന്താണ്? 5 പേർക്ക് ഇയാളെ ഓർഗൻ കൊടുക്കുക, അയാളെ മരിക്കാൻ വിടുക, ബാക്കി 5 പേരെ ജീവിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മളെല്ലാവരും പറയുന്നത് തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം. യൂട്ടിലിറ്റേറിയനിസം പ്രകാരം അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ഓക്കെ, ഇൻസ്ട്രുമെൻ്റൽ ആയിട്ടുണ്ടാവും. ഉദാഹരണത്തിന് തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെട്ടാൽ മാത്രമേ പ്ലഷർ ഉണ്ടാവുള്ളൂ, അതുകൊണ്ട് തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടുമെന്ന് പറയാം. പക്ഷെ അതല്ലാതെ നമ്മളെന്താ പറയുക, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പ്ലഷർ കുറച്ച് കുറഞ്ഞാലും വേണ്ടിയില്ല, തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം. അപ്പോൾ നമ്മളതിനാണ് കൂടുതൽ വാല്യൂ കൊടുക്കുന്നത്. അതേപോലെ നമ്മൾ ഇപ്പം റേസിസം, ഈക്വാലിറ്റി, ഇപ്പം ഒരാൾ സഫർ ചെയ്തു, ഒരുപാട് ഒരു റേസിസ്റ്റ് സമൂഹമാണെന്ന് വിചാരിക്കും. അവിടെ റേസിസ്റ്റ് സമൂഹത്തിൻ്റെ ഓവറോൾസ് ഹാപ്പിനെസ് കൂടുതലാണെങ്കിലും നമ്മൾ പറയും അങ്ങനെ ഒരു സൊസൈറ്റി അല്ല നമുക്ക് വേണ്ടത്. ഇനി കുറച്ച് സഫറിങ് കുറഞ്ഞാൽ തന്നെ ഈക്വാലിറ്റി ഉള്ള, ഫെയർനെസ് ഉള്ള ഒരു സൊസൈറ്റിയാണ് നമുക്ക് വേണ്ടത് നമ്മൾ പറയും. അപ്പം നമ്മൾ 10 പേര് റേപ്പ് ചെയ്യുന്ന വിഷയം പറയാറുണ്ട്. അപ്പം വളരെയധികം കൗണ്ടർ എക്സാമ്പിൾസ് ഉള്ള ഒരു തിയറിയാണ്. പലപ്പോഴും യൂട്ടിലിറ്റേറിയനിസം സപ്പോർട്ട് ചെയ്യുന്ന പല ആളുകളും ഇപ്പം പല ആളുകളും ഇപ്പോൾ ഉദാഹരണത്തിന് റീസെൻ്റ്ലി ഞാൻ മനസ്സിലാക്കിയത് അവരൊക്കെ ഈ ഹിഡോണിക് യൂട്ടിലിറ്റേറിയനിസം അല്ല സപ്പോർട്ട് ചെയ്യുന്നത്. അവർ ഒബ്ജക്റ്റീവ് ലിസ്റ്റ് തിയറി എന്ന് പറഞ്ഞാൽ ബേസിക്കലി പല ഗുഡ്സ് ഉണ്ട്. ഓക്കെ, യൂട്ടിലിറ്റേറിയനിസം തന്നെ ഹിഡോണിക്കും ഉണ്ട്, ഒബ്ജക്റ്റീവ് ലിസ്റ്റ് തിയറിയെ പോലുള്ള പല വേറെ കാറ്റഗറീസ് ഉണ്ട്. അപ്പം ഒബ്ജക്റ്റീവ് ലിസ്റ്റ് തിയറി എന്ന് പറഞ്ഞാൽ പല ഗുഡ്സ് ഉണ്ട്, പല നന്മകളുണ്ട്, ആ നന്മകളൊക്കെ അച്ചീവ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പം ഈ പ്ലഷർ മാത്രമുള്ളൊരു വേൾഡ് എന്ന് പറഞ്ഞാൽ അതൊരു ഹിഡോണിക് യൂട്ടിലിറ്റേറിയൻ വേൾഡാണ്. ആൻഡ് ഹിഡോണിക് യൂട്ടിലിറ്റേറിയൻ വേൾഡ് ഒരു വേഴ്സ് ആയിട്ടുള്ളൊരു മോറൽ തിയറിയാണ്. സോ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു വേൾഡ് ആണ് ബെറ്റർ എന്നുള്ളത് അറ്റ്ലീസ്റ്റ് ഇറ്റ് സീംസ് ടു മീ ഇംപ്ലോസിബിൾ ടു മീ. മാത്രമല്ല നമുക്കറിയില്ല നമ്മൾ ഈ ഗുഡൊന്നും അച്ചീവ് ചെയ്യാത്തൊരു വേൾഡ് നമ്മൾ ജീവിച്ചിട്ടില്ല. പിന്നെ മാത്രമല്ല നമ്മളെപ്പോഴും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് ഇത് നമ്മളെ ബേർഡൻ അല്ല, ഇത് തെളിയിക്കേണ്ടത്. അതെ. അപ്പം ബട്ട് വി ഹാവ് സം റീസൺസ്. ഇപ്പോൾ ഹിഡോണിക് യൂട്ടിലിറ്റേറിയനിസം മാത്രമുള്ളൊരു വേൾഡ് കാരണം അത്രയും മോശമായിട്ടുള്ളൊരു മോറൽ തിയറി ഈയുടെ അടിസ്ഥാനത്തിലുള്ളൊരു വേൾഡാണ്, അതിൻ്റെ എക്സിക്യൂഷൻ വരുന്നൊരു വേൾഡാണ് ബെറ്റർ എന്ന് തോന്നുന്നില്ല. നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല, ലൈക്ക് നമ്മളത് മനസ്സിലാക്കിയുള്ളത്. പിന്നെ വേറൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഹെവൻ ഉണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഇതൊക്കെ പറയുന്ന സമയത്ത് പറയാനുള്ളത് പരലോകമുണ്ട്.
ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ മുന്നോട്ട് വെക്കുന്ന ലോകവീക്ഷണം സംബന്ധിച്ച് പരലോകം ഉണ്ടെങ്കിൽ ഈ ലോകവീക്ഷണം കംപ്ലീറ്റ് ആവുന്നുള്ളൂ. അതെ, ലോകവീക്ഷണം കംപ്ലീറ്റ് ആവുന്നുള്ളൂ. ഇവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മൾ ഈ സഫറിങ് ഒക്കെ അനുഭവിച്ച് ഇത് ആയി, പിന്നെ നമ്മൾ ഇങ്ങനെ എന്താണ് എറ്റേണലി സഫറിങ് അനുഭവിക്കാമെന്നല്ല നമ്മൾ പറഞ്ഞത്. അച്ചീവ് ചെയ്യേണ്ട ചില ഗുഡുകളുണ്ട്, അത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എറ്റേണൽ പ്രഷറിലാണ് വരിക. അപ്പോൾ ഇവിടെ രണ്ടും സംഭവിക്കുന്നുണ്ട്. വളരെ ഫൈനൈറ്റ് ലിമിറ്റഡ് ടൈം, 60-70 വർഷവും ഒരാളുടെ ലൈഫ് ടൈം എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ വളരെ ചുരുങ്ങിയ എന്താണ് 0.00000 അതുപോലും ഉണ്ടാവില്ല. ഇൻഫിനിറ്റിസ്മലി സ്മോൾ ആയിട്ടുള്ള നമ്മൾ സഫറിങ് അനുഭവിക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ ഫിസിക്സിലൊക്കെ ഈ 10⁻⁴ എന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്യാൻ ഒഴിവാക്കാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് അത്രയും ചെറിയ സമയം മാത്രമാണ് ഒരാളുടെ ലൈഫ് പെർസെന്റേജ് നമ്മൾ എടുത്ത് നോക്കിയാൽ. അതായത് ഇസ്ലാം പറയുന്ന ഈ പരലോകം കൂടെ ഉൾപ്പെടുത്തിയ ടോട്ടൽ ലൈഫ് സ്പാൻ എടുക്കുമ്പോൾ അത്രയും ചെറുതാണ് ഈ ലോകത്തെ സഫറിങ്സ് വരുന്നത്, സഫറിങ് എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ ഇപ്പം ലെറ്റ്സ് സേ ഈ സഫറിങ് ഭയങ്കര ഇൻറ്റൻസ് ആയിട്ട് നമുക്ക് തോന്നുന്നത് ഇപ്പോൾ ഒരാളുടെ ലൈഫ് ഇപ്പോൾ നമ്മൾ ദുനിയാവ് മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ നോക്കുമ്പോൾ ഓക്കെ, അയാളുടെ ജീവിതത്തിൽ 60 വർഷത്തിൽ 50 വർഷവും അയാൾ സഫർ ചെയ്തു എന്ന് പറയുന്നത് ചിലപ്പം ഭയങ്കര പ്രശ്നമായിരിക്കും. പെർസെൻറ്റേജ് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇങ്ങനെ ആലോചിക്കാം, ഇപ്പം ഒരാൾ 60 വർഷം ഇവിടെ സഫർ ചെയ്തു, എന്നിട്ട് വേറൊരാൾ സ്വർഗത്തിൽ ജനിച്ചു, വേറൊരാൾ ഇയാൾ മരിച്ചു, ഇയാളുടെ ലൈഫ് എൻഡ് ചെയ്തു, വേറൊരാൾ സ്വർഗത്തിൽ എന്ത് ചെയ്തു, ഒരു 1000 വർഷം ജീവിച്ചു എന്ന് വിചാരിക്കുക. ഇതൊരു ഓപ്ഷൻ. രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരാൾ 60 വർഷം ജീവിച്ചു, മരിച്ചു, അയാൾ തന്നെ സ്വർഗത്തിൽ എന്നിട്ട് അയാൾ 1000 വർഷം ജീവിച്ചു. ഈ പെർസെൻറ്റേജ് ലൈഫ് ഇതിലേതാണ് ബെറ്റർ? ഒബ്വിയസ്ലി സെയിം ആൾ തന്നെയാണ്. കാരണം അയാളുടെ കാരണം അത് എന്തുകൊണ്ടാണ്? ലൈഫ് പെർസെൻറ്റേജ് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ്, അയാൾക്ക് കോമ്പൻസേഷൻ അവിടെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ്. ഓക്കെ, അപ്പം ആൾ അനുഭവിക്കുന്ന സഫറിങ്, മുമ്പ് ഇവിടെ ഹൊറിഫിക് സഫറിങ്ങിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞു ആ സ്ട്രക്ചറിൻ്റെ ഭാഗമാണ് ഹൊറിഫിക് സഫറിങ് എന്നുള്ളത്. പക്ഷേ ഹൊറിഫിക് സഫറിങ് അനുഭവിച്ച ആളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പരലോകത്ത് കോമ്പൻസേഷൻ ഉണ്ടാവും. അതായത് ഓരോരുത്തർക്കുള്ള പരീക്ഷണങ്ങൾ എന്നുള്ളത് ഈസ് ഡിഫറെൻറ്റ്. അതിനുള്ള എന്താ പറയുക, അവർക്കുള്ള പ്രതിഫലവും ഈസ് ഡിഫറെൻറ്റ്. എങ്ങനെയാണ് അവർ റെസ്പോണ്ട് ചെയ്യുന്നതിനനുസരിച്ച് സ്വാഭാവികമായിട്ടൊന്നും മാറും. അതെ, ആ സഫറിങ് കൊണ്ട് ചിലപ്പോൾ അയാൾക്ക് എന്താണ് ഇവിടെ ബെനിഫിറ്റ് ഒന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല. കാരണം അത് ആ സ്ട്രക്ചറിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് എന്ന രീതിയിൽ വന്നതാവാം. യെസ്, അതായത് ഇപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ നമ്മൾ പറയുന്ന ലോകം എന്ന് പറയുമ്പോൾ അത് ഒരു വലിയ ലോകമാണ്. ഇത് ചെറിയ ഇഹലോകം, വലിയ പരലോകമുള്ള ലോകമാണ്. അവരെ മനസ്സിലാക്കുന്നത് പറഞ്ഞാൽ ഒറ്റ ഇഹലോകം, അത് ഒരു 60-70 കൊല്ലത്തെ ഹോൾ ലൈഫ് എന്നുള്ള അതുമായി ബന്ധപ്പെട്ടാണ്. അതിൻ്റെ ഒരു പ്രശ്നം വരും. ഇപ്പോൾ നമ്മൾ ഈ വീഡിയോക്ക് ശേഷം നമ്മൾ വേറൊരു വീഡിയോ ചെയ്തിരുന്നു, ഒരു സോളോ വീഡിയോ ചെയ്തിരുന്നു, ദുരിതം അനുഭവിക്കുന്നവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നുള്ളൊരു വീഡിയോ. അതിൽ നമ്മൾ ശരിക്കും ആക്ച്വലി ഇതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ കോട്ട് ചെയ്തൊരു ഹദീസാണ്. അതായത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പരലോകത്തെ പറ്റി പറയുന്ന ഒരാളുടെ ഉദാഹരണം പറയുന്ന ഒരു വലിയൊരു കടൽ, മഹാസമുദ്രം. ആ സമുദ്രത്തിൽ ഒരാളൊരു വിരൽ ഇട്ടിട്ട് ഇങ്ങനെ മുകളിലേക്ക് വെക്കിയാൽ വിരലിൻ്റെ അറ്റത്തൊരു ചെറിയ തുള്ളി ഉണ്ടാവുമല്ലോ. ഈ തുള്ളിയുടെ അത്ര മാത്രമേ ഇഹലോകമുള്ളൂ. ബാക്കി കിടക്കുന്ന ഈ വിശാലമായ കടലാണ് പരലോകം എന്നുള്ളത് പ്രവാചകൻ എക്സാമ്പിളായിട്ട് പറയാണ്. അപ്പോൾ ഈ സഫറിങ് എന്നുള്ളതാണെങ്കിലും ഇപ്പോൾ നമ്മൾ ആ വീടിൻ്റെ സ്റ്റാർട്ടിങ് അവർ പറയുന്നുണ്ട് വേറെ കാര്യം, ഈ ടെസ്റ്റിങ്, പരീക്ഷണം എന്നുള്ള കാര്യത്തെ നമ്മൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കി എന്നുള്ളത്. നമ്മളങ്ങനെ ഒരിക്കലും ഒഴിവാക്കിയിട്ടില്ല. പ്രോബ്ലം ഓഫ് ഫ്യൂളല്ല, ജീവിതത്തെ പറ്റി പറയുന്ന എന്ത് കാര്യത്തിലും നമ്മൾ പറയുന്ന ബേസിക് കാര്യങ്ങളിലൊന്നാണ് പടച്ചോൻ നൽകിയ പരീക്ഷണം തന്നെയാണ് ഈ വേൾഡ്. ഇപ്പോൾ ഈ ജീവിതത്തെ ഖുർആൻ ഡിഫൈൻ ചെയ്യുന്നത് ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലോക ജീവിതം നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പം നമ്മളൊരിക്കലും എന്ത് ചെയ്യുന്നില്ല, ആ പരീക്ഷണം എന്നുള്ള കാര്യത്തെ ഒഴിവാക്കുന്നില്ല. പരീക്ഷണം ഉണ്ട് എല്ലാവർക്കും, പരീക്ഷണം ഡിഫറൻ്റ് ആണ് എല്ലാവർക്കും. ആ പരീക്ഷണമാണ് ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. മേ ബി സഫറിങ് ആവാൻ ചില ആൾക്കാർക്ക്, മേ ബി വെറും ബ്ലെസ്സിങ്സ് എന്ന് പറഞ്ഞാൽ ഡിഫറൻസ്. ബ്ലെസ്സിങ്ങിൻ്റെ ഡെഫിനിഷൻ എങ്ങനെ വരിക, സുഖം മാത്രമാണോ ബ്ലെസ്സിങ്, ദുഃഖം ബ്ലെസ്സിങ്ങിൽ വരുമോ എന്നൊക്കെയുള്ളത് വേറെ ക്വസ്റ്റ്യനാണ്. എനിവേ, സുഖങ്ങളും ദുഃഖങ്ങളും ബുദ്ധിമുട്ടുകളും ആസ്വാദനങ്ങളും രണ്ടും പരീക്ഷണമായിട്ട് വരുന്ന ആൾക്കാരുണ്ടാവും, ചിലത് മാത്രം പരീക്ഷണമായിട്ട് വരുന്ന ആൾക്കാരുണ്ടാവും. ഇതൊക്കെ സംഭവിക്കും. ആൻഡ് ഫൈനലി ആ പരലോകം എന്ന് പറയുന്ന വലിയ ലോകം, പരലോകം എന്ന് പറയുന്ന ഇഹലോകത്തെ കമ്പയർ ചെയ്താൽ എത്രയോ വലിയ ലോകം, നേരത്തെ പറഞ്ഞ പോലെ ഇഹലോകത്തെ നെഗ്ലക്റ്റ് ചെയ്യാൻ പോലും പറ്റുന്ന അത്ര വലുപ്പമുള്ള ലോകം, ആ ലോകത്തിൽ ഇതിൻ്റെ റിവാർഡ് അവർക്ക് കിട്ടും എന്നുള്ളതാണ് പറയുന്നത്. അതും കൂടെ മനസ്സിലാക്കിയാൽ മേ ബി സാധാരണക്കാരെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു ഒബ്ജക്റ്റീവ്ലി സ്ട്രൈറ്റ്ലി ഈ ആർഗ്യുമെൻറ്റ് ബേസ്ഡ് കാണാതെ കുറച്ചുകൂടി ഇമോഷണലി കാണുമ്പോൾ കുറച്ചും കൂടെ അത് ക്ലിയർ ആവും തോന്നുന്നു. അതായത് നമ്മൾ ബേസിക്കലി പറയുന്നതെന്ന് വെച്ചാൽ ഇതൊക്കെ പറയുന്നത് നന്മയുള്ള നല്ല ആളുകൾ എന്തുകൊണ്ട് സഫർ ചെയ്യുന്നു എന്ന വിഷയത്തിലാണ് ഇതൊക്കെ പറയുന്നത് എന്നുള്ളത് നോട്ട് ചെയ്യേണ്ടതുണ്ട്. ഇപ്പം ഖുർആനിൽ തന്നെ നമുക്ക് പറയാൻ കഴിയും, ചില ആളുകൾ എന്താണ്, അവർ ഓരത്ത് നിന്നാണ് വിശ്വസിക്കുന്നത്. അല്ല, അവർക്ക് നന്മ വന്നാൽ അവർ ഓക്കെയാണ്,
അവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള തിന്മകൾ അവർക്ക് വന്നാൽ എന്ത് ചെയ്യും, അവർ അവിശ്വാസികളായി മാറും. അവർക്ക് ഈ ദുനിയാവും നഷ്ടപ്പെട്ടു, ആഖിറവും നഷ്ടപ്പെട്ടു എന്ന് നമ്മൾ പറയുന്നുണ്ട്. അപ്പം ഇതൊക്കെ നമ്മൾ പറയുന്നത് നന്മയുള്ള ഒരാളെ സംബന്ധിച്ചാണ്, അള്ളാഹു തവക്കലെടുത്തുന്ന ആളുകളെ സംബന്ധിച്ചാണ് നമ്മൾ പറയുന്നത് എന്നുള്ളത് കൂടിയും നോട്ട് ചെയ്യേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ ഇവിടെ ഒരാളുടെ ലൈഫ് ഇപ്പം നമ്മൾ പറയുന്നത് ഹെവൻ ഉള്ളത് കൊണ്ടാണ് ഈ സഫറിങ് ഉണ്ടാകുന്നതെന്നല്ല നമ്മൾ പറയുന്നത്. ഈ സഫറിങ്ങിൻ്റെ ഇൻറ്റൻസിറ്റി ഒരാളുടെ ലൈഫ് പെർസെൻറ്റേജിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, എമൗണ്ട് ഓഫ് സഫറിങ് മാത്രം നോക്കിയിട്ട് കാര്യമല്ല. അപ്പം രണ്ടാളുകൾക്ക് സഫറിങ് ഇവിടെ ഈ നമ്മുടെ രണ്ട് കേസിലും എമൗണ്ട് ഓഫ് സഫറിങ്ങും പ്ലഷറും സെയിം ആണ്. നമ്മൾ രണ്ട് ഉദാഹരണം പറഞ്ഞ ഈ രണ്ട് സിനാരിയോയിലും സഫറിങ്ങിൻ്റെ എമൗണ്ടും പ്ലഷറിൻ്റെ എമൗണ്ടും സെയിം ആണ്. പക്ഷേ അവിടെ ഒരാളാണ് അത് അനുഭവിക്കുന്നത് എന്നതുകൊണ്ട് അയാളുടെ ലൈഫ് പെർസെൻറ്റേജിന് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഒരാളുടെ ലൈഫ് പെർസെൻറ്റേജിൽ വെച്ച് നോക്കുമ്പോൾ അയാൾ അനുഭവിച്ചത് വളരെ ചെറിയ സഫറിങ് ആയിരിക്കും. ഓക്കെ, അപ്പം ഈ ചെറിയ സഫറിങ് കൊണ്ടാണ് ഗ്രേറ്റർ ഗുഡ് ഉണ്ടാകുന്നത്. അപ്പം ഈ പറയുന്ന ഗുഡ് എത്ര ചെറുതാണെങ്കിൽ തന്നെ സഫറിങ് അതിനേക്കാൾ ചെറുതാണ്, മിനിസ്കൂളാണ് പെർസെൻറ്റേജ് വെച്ച് നോക്കുമ്പോൾ. അതൊരു കാര്യം. രണ്ടാമത് നമുക്ക് പറയാൻ കഴിയുന്നത്, ഈ പറയുന്ന ഗ്രേറ്റർ ഗുഡ് അച്ചീവ് ചെയ്യുന്ന അല്ലെങ്കിൽ ഗ്രേറ്റർ പ്രോസസ്സിന് ശേഷമാണ് നേരിട്ട് സ്വർഗത്തിലേക്ക് എത്തുന്നതിന് പകരം ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് സ്വർഗത്തിലേക്ക് എത്തുന്നതെങ്കിൽ ഈ ഒരു സ്ട്രോങ് റിലേഷൻഷിപ്പുമായിട്ടാണ് അല്ലെങ്കിൽ ഈ അറിവുകളുമായിട്ടാണ്, ഈ ഓർമ്മകളുമായിട്ടാണ് അയാൾ സ്വർഗത്തിലേക്ക് എത്തുന്നത്. അതെത്തി കഴിയുമ്പം ആൾ സ്വർഗത്തിലിപ്പം സ്റ്റാർട്ടിങ് മുതലേ സ്വർഗത്തിലാണെങ്കിൽ ഉണ്ടാകുന്നതിനേക്കാളും കൂടുതൽ അപ്രിസിയേഷൻ അല്ലെങ്കിൽ കൂടുതൽ വാല്യൂ ഒരു പക്ഷേ ഈ ഒരു സഫറിങ്ങിന് ശേഷം സ്വർഗത്തിലെത്തുന്ന ആൾക്കുണ്ടാവും. അപ്പം അങ്ങനെ ആകുമ്പോൾ പിന്നെ ഈ ഇൻഫിനിറ്റിയിലേക്ക് എന്താണ് നമുക്ക് ആഡ് ചെയ്യാം. അപ്പം സ്വർഗത്തിൽ സ്റ്റാർട്ടിങ് മുതലുള്ള ഒരാൾക്ക് ഉള്ള അയാളുടെ ലൈഫിൻ്റെ വാല്യൂ എക്സ് ആണ് എങ്കിൽ ഈ സഫറിങ് കാരണം ആൾക്ക് H+2 ആണെന്ന് വിചാരിക്കും, ചെറിയൊരു H+2. ഈ H+2 ഇൻറ്റു ഇൻഫിനിറ്റി ആണ് പിന്നെ വരുന്നത്. അപ്പം എക്സ്പോണൻഷ്യലി അത് ഇൻക്രീസ് ചെയ്യുന്നതാണ്. സോ ഇതിനൊരു കൗണ്ടർ ഉണ്ട്. ഇതിന് മുമ്പത്തെ ഒരു വീഡിയോയിൽ അവർ പറഞ്ഞൊരു കൗണ്ടറാണ്. അപ്പം ഈ ഹെവൻ്റെ വിഷയം പറയുന്നതിൻ്റെ ഒരു പ്രധാന കാരണവും അത് തന്നെയാണ്. അത് വേറൊന്നുമല്ല, ഹെവൻ ഉണ്ട് നമ്മൾ തെളിയിച്ചില്ലല്ലോ. ഹെവൻ ഉണ്ട് എന്ന് തെളിയിച്ചാൽ മാത്രമാണ് നമുക്കിത് പറയാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പം ഹെവൻ ഉണ്ട് എന്ന് തെളിഞ്ഞാൽ പിന്നെ ഇസ്ലാം പറയുന്നത് പോലെ ഒരു ഹെവൻ ഉണ്ട് എന്ന് തെളിഞ്ഞാൽ പിന്നെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം ഹെവൻ ഉണ്ടെന്ന് തെളിയിച്ചാൽ മാത്രമേ നമുക്കിത് പറയാൻ പറ്റുള്ളൂ. നോ, ഇത് എന്താണ് വ്യക്തമായ തെറ്റാണ്. കാരണം ഹെവൻ ഉണ്ട്, എഗെയിൻ മറന്നു വന്നതെന്ന് വെച്ചാൽ ബേർഡൻ ഓഫ് പ്രൂഫ് നിങ്ങളുടേതാണ്. ഹെവൻ ഇല്ല എന്ന് നിങ്ങളാണ് തെളിയിക്കേണ്ടത്. കാരണം ഈ ആർഗ്യുമെന്റ് അവരുടേതാണ്. ഓക്കെ, ഹെവൻ ഇല്ല എന്ന് മാത്രമല്ല നിങ്ങൾ തെളിയിക്കേണ്ടത്. ഹെവൻ ഇല്ല എന്ന് തെളിയിച്ചാൽ പോരാ, തീസത്തിൽ ഹെവൻ ഉണ്ടാവുന്നത് ഇംപ്രോബിൾ ആണ് എന്ന് കാണിക്കണം. അപ്പം അങ്ങനെ കാണിച്ചാൽ മാത്രമേ നിങ്ങളുടെ ആർഗ്യുമെന്റ് വർക്ക് ആവുള്ളൂ. ഓക്കെ, ബേസിക്കലി നിങ്ങളുടെ ആർഗ്യുമെന്റ് എങ്ങനെയാണ് വരിക? നാച്ചുറലിസത്തിൽ പ്രോബിലിറ്റി ഓഫ് ഇവിൽ അല്ലെങ്കിൽ സഫറിങ് ഗിവൺ നാച്ചുറലിസം ഹൈ ആണ് അല്ലെങ്കിൽ നോട്ട് ലോ. രണ്ടാമത്തെ പ്രിമൈസ് എന്ന് പറയുന്നത് പ്രോബിലിറ്റി ഓഫ് സഫറിങ് ഗിവൺ തീസം ലോ ആണ്. ഓക്കെ, സഫറിങ് ഗിവൺ തീസം എന്ന് പറയുന്നതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. സഫറിങ് ഗിവൺ തീസം ഈസ് ഈക്വൽ ടു സഫറിങ് ഗിവൺ തീസം ആൻഡ് ഹെവൻ മൾട്ടിപ്ലൈഡ് ബൈ ഹെവൻ ഗിവൺ തീസം പ്ലസ് probability of no heaven given theism multiplied by suffering given theism and heaven, theism and no heaven. Okay, ഇതിൽ പ്രോബിലിറ്റി ഓഫ് സഫറിങ് ഗിവൺ തീസം ലോ ആണെന്ന് കാണിക്കണമെങ്കിൽ ഈ രണ്ട് ആഡൻസും ഈ രണ്ട് പ്ലസിൻ്റെ അപ്പുറത്തുള്ള രണ്ടും ലോ ആണ് നിങ്ങൾ കാണിക്കണം. പ്ലസിൻ്റെ അപ്പുറത്തുള്ളത് ലോ ആണെന്ന് ഓക്കെ സമ്മതിച്ചു തന്നാൽ തന്നെ പ്ലസിൻ്റെ ഇപ്പുറത്തുള്ളത് ലോ ആണെന്ന് കാണിച്ചാലേ നിങ്ങളുടെ ആർഗ്യുമെന്റ് വർക്കാവുള്ളൂ. അപ്പം സഫറിങ് ഗിവൺ ഹെവൻ ആൻഡ് തീസം, അത് ഹെവൻ ഉണ്ടെങ്കിൽ സഫറിങ് തീസത്തിൽ ഹൈ ആണ് എന്നുള്ളത് നമ്മൾ അതിനുള്ള റീസണിങ് ആണ് ഇപ്പോൾ കുറച്ച് മുമ്പ് പറഞ്ഞത്. അപ്പോൾ പിന്നെ അത് നമ്മളെല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്, അല്ലെങ്കിൽ അത് അംഗീകരിക്കുന്ന ആളോടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഫസ്റ്റ് ഇതിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ്, അതായത് സഫറിങ് ഹെവൻ ഗിവൺ തീസം ഇത് ഹൈ ആണ് എന്ന് നിങ്ങൾ കാണിക്കണം. അത് കാണിച്ചാൽ മാത്രമാണ് അത് ലോ ആണെന്ന് നിങ്ങൾ കാണിക്കണം. അത് ലോ ആണെന്ന് കാണിച്ചാൽ മാത്രമാണ് നിങ്ങളുടെ ആർഗ്യുമെൻറ്റ് വർക്ക് ആവുള്ളൂ. സോ നിങ്ങളുടെ പ്രിമേഴ്സ് ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി തീസം പ്രോബിൾ ആണെന്നല്ല, ഹെവന് പ്രോബിൾ ആണെന്നല്ല, ഹെവൻ ഗിവൺ തീസം പ്രോബിൾ ആണ്, ഇംപ്രോബിൾ ആണ് എന്ന് നിങ്ങൾ കാണിക്കണം. ബർഡൻ ഓഫ് പ്രൂഫ് നിങ്ങളുടെ അടുത്താണ് വരിക. സോ ഇത് കൺഫ്യൂഷൻ ഉണ്ടാവേണ്ട കാര്യമൊന്നുമില്ല, അത് സിമ്പിൾ ബേസ് തിയറിയാണ്. സോ ഇത് മുമ്പത്തെ ഒരു വീഡിയോയിൽ ഈ ഒരു മിസ്റ്റേക്ക് വരുത്തുന്നുണ്ട്.
ബർഡൻ ഓഫ് പ്രൂഫ് നമുക്കാണ്, അല്ലെങ്കിൽ ഹെവൻ ഉണ്ടെന്ന് കാണിക്കേണ്ടത് നമ്മളാണ്. അല്ല, ഹെവൻ ഉണ്ടെന്ന് കാണിക്കേണ്ടത് നമ്മളാവുമായിരുന്നു. നമ്മൾ വെച്ചൊരു ആർഗ്യുമെന്റ് ഇത് ഇവർ വെച്ച ആർഗ്യുമെന്റ് ആണ്. കാരണം ഇവരുടെ ആർഗ്യുമെന്റ് വർക്ക് ആവണമെങ്കിൽ ഹെവൻ ഇല്ലെങ്കിൽ മാത്രമേ ഇവരുടെ ആർഗ്യുമെന്റ് വർക്ക് ആവുള്ളൂ. അപ്പോൾ അവർ ഹെവൻ ഇല്ലാന്ന് തെളിയിക്കണം. ഹെവൻ ഇല്ലാന്ന് തെളിയിക്കണം. മാത്രമല്ല തീയസ്റ്റിൽ ഹെവൻ ഇംപ്രൂവ് ആണെന്ന് തെളിയിക്കണം. ഇംപ്രൂവ് ആണെന്ന് തെളിയിക്കണം. ഹെവൻ ഇല്ലാന്നല്ല, തീയസത്തിൽ ഹെവൻ ഇംപ്രൂവ് ആണെന്ന് കാണിക്കണം. നാച്ചുറലിസ്റ്റിൽ ഇംപ്രൂവ് ആണെന്ന് കാണിച്ചിട്ട് കാര്യമില്ല. കാരണം തീയസ്റ്റിലാണ് നമ്മൾ ഈ സാധനത്തെ പ്രിമൈസ് വർക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെ തന്നെ കാണിക്കണം. അപ്പോൾ ടോട്ടലി അത്ര കാര്യങ്ങളാണ്. ഇപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ സംസാരിച്ചു. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ പറഞ്ഞു, നമ്മൾ ആ വീഡിയോ എന്ന് പറഞ്ഞാൽ ആ സ്പെസിഫിക്കലി ഒരു ഓഡിയൻസിനുള്ള ഒരു ടൈപ്പ് ഓഫ് ഇത് വേണമെങ്കിൽ നിങ്ങൾക്കുള്ള റെസ്പോൺസ് ആണ്. അനോണിമസ് റെസ്പോൺസ്. അപ്പോൾ അതങ്ങനെ ആയതുകൊണ്ട് തന്നെ നമ്മളതിൽ കുറച്ച് സമയം കൊണ്ട് അത്യാവശ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രമേ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അവിടെ സ്വാഭാവികമായിട്ടും ഓൾട്ടർനേറ്റീവ്സ് പറഞ്ഞില്ല എന്നൊക്കെ ആയിരുന്നു പ്രശ്നം. നമ്മൾ കുറച്ചൊക്കെ ഓൾട്ടർനേറ്റീവ്സ് പറഞ്ഞു, കുറച്ചൊക്കെ റെസ്പോൺസുകൾ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് സ്വാഭാവികമായിട്ട് സമയം കൂടിപ്പോയത്. ഇനി ഇപ്പോൾ നമ്മൾ ഒരുപാട് ബേർഡൻ ഓഫ് പ്രൂഫുകൾ നിങ്ങൾക്കാണെന്ന് പറഞ്ഞ് നിങ്ങൾക്കല്ല എന്ന് നിങ്ങൾക്ക് പറയണമെങ്കിൽ നിങ്ങൾക്കല്ല എന്ന് പറയാം, അല്ലെങ്കിൽ ആ ബേർഡൻ ഓഫ് പ്രൂഫുകൾ ഏറ്റെടുത്തുകൊണ്ട് അതിന് തെളിവുകൾ പറയാം. അതേപോലെ നമ്മുടെ ആ ഒരു ക്രെറ്റ്സ് ആർഗ്യുമെന്റ് ഒന്ന് ഡീറ്റെയിൽ, ഒന്നെങ്കിൽ നിങ്ങളത് ഈ ഫ്രോസൺ എക്സാമ്പിൾ, കൗണ്ടർ എക്സാമ്പിൾ 2 വീഡിയോയിലും നമ്മൾ റിപ്പീറ്റ് ചെയ്ത 2 വീഡിയോയിലും സ്ട്രെസ് ആയിട്ട് പറഞ്ഞ കാര്യത്തിൽ ടച്ച് ചെയ്യാൻ തോന്നുന്നു. ബേസിക്കലി പറയാം, നമ്മളെന്ന് പറഞ്ഞ എക്സാമ്പിൾ ശരിയായിരുന്നില്ല. നമുക്ക് ഇപ്പോൾ പുതിയ ആർഗ്യുമെന്റ് ഉണ്ട്, നമ്മൾ വേറെ ആർഗ്യുമെന്റ് കൊണ്ടുവരാം. നമ്മൾ ആ ഒരു കൺക്ലൂഷൻ ഇപ്പം വിശ്വസിക്കുന്നുണ്ട്, പക്ഷെ പുതിയ ആർഗ്യുമെന്റ് കൊണ്ടുവരാണെങ്കിൽ ഒക്കെ കുഴപ്പമില്ല. പക്ഷെ അല്ലെങ്കിൽ നിങ്ങൾ ഡിഫെൻഡ് ചെയ്യണം. നമുക്ക് നിങ്ങൾ റിട്രാക്ട് ചെയ്യണം എന്നല്ല നമ്മൾ പറയുന്നത്. നിങ്ങൾ ഒന്നുകിൽ റിട്രാക്ട് ചെയ്യാം, അതല്ലെങ്കിൽ നിങ്ങൾ ഡിഫെൻഡ് ചെയ്യുക. അപ്പം അത് പറയാതെ വിടരുത്. അതേപോലെ തന്നെ നമ്മൾ ആ ഒരു എക്സാമ്പിൾ നമ്മൾ കൊണ്ടുവന്നത് തന്നെ ഒരു ജനറൽ പ്രിൻസിപ്പിൾ ഇതാക്കാൻ വേണ്ടിയിട്ടാണ്. ഐസൊലേറ്റഡ് കാര്യങ്ങളല്ല കൊണ്ടുവരേണ്ടത്, ടോട്ടാലിറ്റിയിലാണ് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്നുള്ളത്. അതും നിങ്ങൾ പറയണം അല്ലല്ല ഐസൊലേറ്റഡ് തന്നെയാണ് വേണ്ടതെങ്കിൽ നിങ്ങളത് ഡിഫെൻഡ് ചെയ്യുക, അതല്ലെങ്കിൽ സമ്മതിക്കുക നമ്മൾ ടോട്ടാലിറ്റിയിലാണ് എടുക്കേണ്ടത് എന്ന് സമ്മതിക്കാം. സോ എന്തെങ്കിലും ഒന്ന് ചെയ്യാം. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് വൈൻഡ് അപ്പ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.